പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജു കാര്യക്കുളം അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതകരമായ വഴികൾ, കർത്താവിനെ അറിയുവാനിടയായി തീർന്ന സാഹചര്യം, കർത്താവിൻ്റെ വേലയിൽ താനിപ്പോൾ ആയിരിക്കുന്ന അനുഭവങ്ങൾ, തുടർന്നുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ് ദേവദാസനെ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? തീർച്ചയായും. എൻ്റെ പേര് രാജു എന്നാണ്, രാജു കാര്യക്കുളം. എനിക്ക് അമ്മയുണ്ട്, എൻ്റെ വൈഫ്, 3 കുഞ്ഞുങ്ങൾ. കോട്ടയം ജില്ലയുടെ ചിങ്ങോന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിനുള്ള അവസരമാണ്. സംസാരിച്ചു തുടങ്ങാം. തീർച്ചയായിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കോട്ടയം ജില്ലയുടെ ചിങ്ങോന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുകയാണ്, എൻ്റെ പേര് രാജു. എനിക്ക് ഹൗസിലെ അമ്മയുണ്ട്, വൈഫ്, 3 കുഞ്ഞുങ്ങൾ. വൈഫ് ശുശ്രൂഷ വേലയിലായിരിക്കുന്നു. മൂത്ത മോന് റിദിൻ എഞ്ചിനീയറിംഗ് കോളേജിൽ 4ാം വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. മോള് നേഴ്സിംഗിന് GNA പന്തളത്ത് ഹോസ്പിറ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഹോസ്റ്റലിലാണ്. എൻ്റെ ഇളയ മോന് ഈ വർഷം +1 ആയിരിക്കുന്നല്ലോ. എനിക്കിപ്പോൾ 53 വയസ്സുണ്ട്. എൻ്റെ യൗവനത്തിലെ ഞാൻ വിവാഹത്തിന് മുമ്പായി എൻ്റെ അച്ഛനും എൻ്റെ സിസ്റ്ററും അമ്മയും ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ കൂലിപ്പണിയൊക്കെ എടുത്ത് ഞങ്ങളെ രണ്ടുപേരെയും സന്തോഷകരമായി പോറ്റി പുലർത്തിക്കൊണ്ടിരുന്നു. എൻ്റെ മാതാവ് ഹൗസ് ജോലിയായിരുന്നു. എൻ്റെ യൗവനത്തിലെ 1ാം ക്ലാസ് മുതൽ 10th ക്ലാസ് വരെയാണ് എനിക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ പറ്റിയത്. അന്നൊക്കെ അവരുടെ കഷ്ടതയിലും സന്തോഷകരമായ ജീവിതമായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് പഠിക്കുവാനും പഠനം നടത്തുവാനും ഒക്കെ അവർ നല്ല പിന്തുണ എനിക്ക് ചെയ്തിരുന്നെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം വളരെ അലസമായാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. എങ്കിലും 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം 10ാം ക്ലാസ് ജയിക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. വിദ്യാഭ്യാസത്തിൽ വളരെ മോശത്തിലേക്ക് ആയിരുന്നത് കൊണ്ട് അവിടെ നിന്ന് എൻ്റെ പിതാവ് നിന്റെ ജീവിതത്തിൽ ഇനി എന്താണ് എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. എങ്കിലും അവര് എന്നോട് ചോദിച്ചു, നീ എവിടെയെങ്കിലും ഒരു തൊഴിൽ പഠിക്കണമല്ലോ, നീ വിദ്യാഭ്യാസത്ത് പുറകോട്ടാണല്ലോ, അതുകൊണ്ട് നീ തൊഴിൽ പഠിക്കണമെന്ന് പറഞ്ഞു. ആരോടോ അത് ആലോചിച്ച് എന്നോട് പറഞ്ഞു, ഞാനൊരു കോട്ടയത്ത് ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ മെക്കാനിക്ക് പഠിക്കുവാനായിട്ട് പോയിരുന്നു. മെക്കാനിക്ക് പഠിക്കുമ്പോൾ അവിടെ ചെന്ന് അന്നത്തെ കാലത്തൊക്കെ പഠിക്കാൻ നിൽക്കുമ്പോൾ ആഴ്ചയിലെ 60 രൂപ എനിക്ക് വണ്ടിക്കൂലി തരുമായിരുന്നു. ഞാൻ അവിടുന്ന് എന്നും കോട്ടയത്തിന് പോയി അത് പഠിച്ചു. ഒരുപാടൊക്കെ ജോലിയൊക്കെ പഠിച്ചു വന്ന കാലഘട്ടങ്ങളിൽ എന്നെ അവർക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ യൗവനത്തിൽ തന്നെ ഒരു 15-16 വയസ്സ് ആയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പല ദുശീലങ്ങളും ആ വർക്ക്ഷോപ്പിൽ വെച്ച് തന്നെ തുടങ്ങാൻ ഇടയായി തീർന്നു. കാരണം അന്നുള്ള യൗവനക്കാരൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പ്രായമുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ. അതുപോലെ തന്നെ പുകവലി, അന്നുള്ള കാലഘട്ടങ്ങളിലുള്ള പാൻപരാഗ്, ഹാൻസ, അങ്ങനെയുള്ള മുതലായ എൻ്റെ യൗവനത്തിൽ തന്നെ ഞാനതൊക്കെ ഉപയോഗിച്ച് ദുശീലങ്ങളിലേക്ക് പോയി. എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ പിതാവ് നല്ലതുപോലെ നോക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോയി. അപ്പോ
അത് വർക്ക്ഷോപ്പിലുള്ളവരൊന്നും അത് ശ്രദ്ധിക്കാറില്ല. അവർക്ക് ജോലി നടന്നാൽ മതി, വെച്ചാൽ മതി എന്നുള്ള ഒരു കണക്കൂട്ടിൽ അവര് ആയിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരുപാട് വർക്ക്ഷോപ്പുകൾ, ഒരുപാട് വണ്ടികൾ അവിടെ പണിക്ക് വരികയും എന്നെ ആ മേസ്തിരിക്ക് വലിയ താല്പര്യമായിരുന്നു. കുഞ്ഞുമോൻ മേസ്തിരി എന്ന് പറയും. ആ മേസ്തിരിക്ക് വലിയ താല്പര്യമായിരുന്നു എന്നെ കൊണ്ട് എല്ലാ പണികളെല്ലാം ചെയ്യിപ്പിച്ച്. ഞാൻ എല്ലാ ജോലികളും ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, വർക്ക്ഷോപ്പുകളിലൊക്കെ ഒരു വാഹനം പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ ആ വാഹനം ഇറങ്ങുന്ന സമയത്ത് വാഹനക്കാര് അതിന്റെ സന്തോഷത്തിന് മദ്യം മേടിച്ച് അവിടെ കൊടുക്കുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കിതൊക്കെ താല്പര്യമുണ്ട്, എന്നാൽ കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അപ്പോ ഒരു എങ്ങനെയാ നീ കഴിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തുടങ്ങി. എന്നാൽ ആ 16 വയസ്സിൽ അവിടെ വെച്ച് തുടങ്ങിയ ആ മദ്യപാനം അതെന്റെ ജീവിതത്തിൽ എന്നെ കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നു. ആ 16 വയസ്സ് മുതൽ ഞാൻ മദ്യത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. മദ്യം മാത്രമല്ല, മദ്യം, അതുപോലെ തന്നെ പാൻപരാക്ക്, മുറുക്കാൻ, സിഗരറ്റ്, ഇങ്ങനെയുള്ള മുതലായ എല്ലാ കാര്യങ്ങളും, എന്റെ ദുശീലങ്ങളും 16 വയസ്സിൽ തുടങ്ങി. അപ്പോൾ അതൊന്നും വർക്ക്ഷോപ്പിലെ മേസ്തിരി അത് വിലക്കുന്നില്ലായിരുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ അതിനുവേണ്ടി തുനിയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ വാഹനക്കാർ വന്നു. അപ്പൊ എന്റെ നടപ്പ് കണ്ടവർക്ക് ചിലരെന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലരെന്നെ ഉപദേശിച്ചു, ചിലരെന്നെ എടാ നീ ചെയ്യുന്ന ശരിയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കൊള്ളുന്നില്ല. എന്റെ യൗവനത്തിലെ 16 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്താ നമ്മൾ പറയുന്നത്, ഒരു പൾസർ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അത് ഈ പൾസർ മുന്നോട്ട് ഓടിക്കുമ്പോൾ അത് പുറകോട്ട് നിൽക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ കുതിരയുടെ പവർ പോലുള്ള സമയമാണല്ലോ 16 വയസ്സ്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളില് ഞാൻ അങ്ങനെ കൂടുതൽ ദുശീലങ്ങളിലേക്ക് പോയി. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ എന്നെ വർക്ക്ഷോപ്പ് നോക്കുവാൻ വേണ്ടി അവിടെ ഏൽപ്പിക്കുകയുണ്ടായിരുന്നു. അതെനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യമായിരുന്നു കോട്ടയം ടൗണിലേക്ക്. അപ്പോൾ 6 മണിയാകുമ്പോൾ വർക്ക്ഷോപ്പ് പൂട്ടും. എനിക്ക് അവിടെ കിടക്കുവാൻ വേണ്ടി ഒരു 200 രൂപ ചെലവ് കാശ് തരും. അന്നൊക്കെ പൈസയുടെ ചെലവ് കുറവാണല്ലോ. 25 രൂപ ഉണ്ടെങ്കിൽ അന്നൊക്കെ ഒരു മദ്യം കിട്ടും. ആ 25 രൂപയ്ക്ക് മദ്യം മേടിക്കും, ബാക്കി പാൻപരാഗം മേടിക്കും, ബാക്കിയുള്ള ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് വർഷം അവിടെ ഞാൻ ജോലി ചെയ്തു. 1-2 വർഷം, ഒരു 18 വയസ്സ് വരെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ വളരെ അച്ഛനെ നമുക്കറിയാം പണ്ടൊക്കെ ഈ കാളവണ്ടിയുള്ള കാലഘട്ടങ്ങൾ. അപ്പോൾ അച്ഛൻ കാളവണ്ടി കൊണ്ടാണ് ഉപജീവനം കഴിയുന്നത്. അപ്പൊ കാളവണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഒരു വാഹനം വന്ന് ആ പിതാവിന്റെ വാഹനത്തിൽ തട്ടി പിതാവ് ഹോസ്പിറ്റലിലായിരിക്കുവാൻ ഇടയായിട്ടു. ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ആകപ്പാടെ വീട്ടിൽ തകിടം മറിഞ്ഞു. ഭക്ഷണക്കുഴപ്പമാണ്, ഭക്ഷണം ക്രമീകരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ആകപ്പാടെ പട്ടിണിയായപ്പോൾ പിതാവിന് ഗുളിക മേടിക്കണം. അപ്പോ അങ്ങനെ ഒത്തിരി വളരെ ഞാൻ ഭാരപ്പെട്ടു. അപ്പോൾ എനിക്കധികം പ്രായമില്ലല്ലോ, 10-16 വയസ്സാണ്. അപ്പൊ ഞാൻ അവിടെ വരാനുള്ള വണ്ടിക്കൂലില്ല. ഞാൻ പറഞ്ഞു, മേസ്തിരി ഇങ്ങനെയാണ് കാരണങ്ങൾ, ഞാൻ എന്ത് ചെയ്യും, പഠിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. മേസ്തിരി പറഞ്ഞു, നീ വാ, നിനക്ക് ഞാൻ പൈസ കൂട്ടിത്തരാം, നീ വണ്ടിക്കൂലി. ഞാൻ പറഞ്ഞു പോരാ, എന്റെ പിതാവിന് മരുന്ന് വേണമെങ്കിൽ അന്നത്തെ കാലത്ത് 90 രൂപ വേണം, ഇപ്പോഴത്തെ 900 രൂപ പോലെ 90 രൂപ വേണം. മരുന്നിന് ഞാൻ വളരെ ആകെപ്പാടെ ബുദ്ധിമുട്ടി നിന്ന സമയത്ത് അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു വർക്ക്ഷോപ്പിൽ പണി പഠിക്കണം. മേസ്തിരി ഇതെല്ലാം പഠിപ്പിക്കുന്നു, എനിക്ക് അവിടെ എന്നെ വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുന്നു. മേസ്തിരി വളരെ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ വളരെ ഭാരത്തോടെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പെങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ആകെ ബുദ്ധിമുട്ടായി, പട്ടിണിയായി, അച്ഛൻ കിടപ്പിലായി, നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്ത് ഒരു മേസ്തിരി പണി, കെട്ടിടം പണിയുന്ന ഒരു മേസ്തിരി പണിയുന്നു. അപ്പോൾ ഞാൻ അതിലെ അങ്ങോട്ടൊന്ന് നോക്കി. അപ്പോൾ എനിക്ക് പ്രായമില്ലെങ്കിലും ശരീരം കൊണ്ട് ഞാൻ നല്ല വളർച്ചയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഈ മേസ്തിരി, അവിടെ കെട്ടിടം പണിയുന്ന മേസ്തിരിയോട് ഞാൻ വർക്ക്ഷോപ്പിലെ മേസ്തിരി കാണാൻ ഞാൻ ചോദിച്ചു, മേസ്തിരി ഇവിടെ പണിക്ക് ആളെ വേണോ? മോനെ, നീ വർക്ക്ഷോപ്പിൽ പഠിക്കുകയല്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നിനക്ക് അതിനുള്ള പ്രായമായില്ല എന്ന് പറഞ്ഞു. ഞാൻ അതല്ല, എന്റെ വീട്ടിൽ വളരെ കഷ്ടമാണ്, എന്റെ പിതാവ് മേലാതെ കിടക്കുന്നു, ഗുളികയ്ക്ക് കാശില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം കരികിൽ എടുത്തോണ്ട് നടക്കണം. അന്നൊക്കെ ടൗണിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ ഈ കോൺക്രീറ്റിന്റെ വഴിയാണ്, അത് പായല് പിടിച്ചിട്ട് തെന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് തലയിൽ ചുമട് വെക്കാതെ അത് ബുദ്ധിമുട്ടുണ്ടോ, ചുമട് വെക്കുമ്പോൾ നിന്റെ പെടലേക്ക് അത് ഉറപ്പില്ലല്ലോ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ വർക്ക്ഷോപ്പിലെ മേസ്തിരിയോട് പറഞ്ഞു, മേസ്തിരി ഞാൻ ഒരു ദിവസത്തിന് കെട്ടിടപ്പണിക്കൊന്ന് പൊക്കോട്ടെ,
മോനെ നിന്റെ പഠിപ്പെല്ലാം പോവില്ല, നീ ഇത്ര നാളും പഠിച്ചല്ലേ? ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഈ മേസ്രിയുടെ ഇടയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചെന്ന മേസ്രി പറഞ്ഞു, ഈ മണല് ചുമന്ന് അപ്പുറം ഇടണം, കരിങ്കല്ല് ചുമന്ന് അപ്പുറം ഇടണം എന്ന് പറഞ്ഞു. അപ്പോ ഞാന് അവിടുന്ന് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് മണല് ഒരു കൊട്ടയിലേക്ക് എനിക്ക് കോരി അതെന്റെ തലയിലേക്ക് വെച്ച് തന്നപ്പോ ഇതുവരെ ഇല്ലാത്ത ഭാരം, കാരണം 2 കിലോ പോലും ഞാൻ എന്റെ തലയിൽ വെച്ച് ചുമന്നിട്ടില്ല, വീട്ടിൽ അങ്ങനെ ഒരു ജോലി ചെയ്തിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ ഒരു കുട്ട മണലെന്റെ തലയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഭാരവും കണ്ണും നിറഞ്ഞ് ആകപ്പാടെ ഞാനൊരു ഭാരത്തോടെ ഭാരപ്പെട്ടു. എന്റെ കണ്ണിൽ കിടക്ക് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി, കാരണം വെയിറ്റ് വന്നു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, ദൈവമേ, എന്റെ പിതാവ് ഇതുപോലെ കഷ്ടപ്പെട്ടാണല്ലോ ഈ ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നൊക്കെ ഒരു ചിന്ത എന്റെ ജീവിതത്തിൽ കയറി വരുവാൻ ഇടയായിട്ടു. അത് കഴിഞ്ഞ് മണല് ചുമ്മിയിട്ടു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മണല് ചുമന്ന് തീർന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് കരിങ്കല്ല് ചുമക്ക്. അപ്പോൾ കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ 4 പേര് കൂടി പൊക്കുന്ന ഒരു കരിങ്കല്ലാണ്. ഈ കരിങ്കല്ല് ഞാൻ എടുത്ത് തലയിൽ വെച്ചു. തലയിൽ വെച്ച് ഈ കോൺക്രീറ്റിൽ വഴിയിലൂടെ പായലുണ്ട്, തെന്നുന്ന ഒരവസ്ഥ, 2 സ്റ്റെപ്പ് തെന്നിയ ഒരു അവസ്ഥ വന്നു. ഒരു വിധത്തിൽ ഞാനത് ചുമന്ന് അത് ചുമ്മിക്കൊണ്ട് അപ്പുറേ കൊണ്ടിട്ടു. ഇട്ട് കഴിഞ്ഞ് 1 മണിയായി. 1 മണിയായപ്പോൾ ആഹാരം കഴിക്കാനിരുന്നു. എന്നോട് ചോദിച്ചു, മോനെ നീ പണി ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, മെസ്സിന് കുഴപ്പമൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ ആ ജോലി പൂർണ്ണമായി കഴിഞ്ഞപ്പോ അന്ന് എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ കയ്യിലോട്ട് ഒരു 450 രൂപ, അന്നത്തെ ശമ്പളം 450 രൂപ. അപ്പൊ ഞാൻ ഓർത്ത്, ഇങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 450 രൂപ കിട്ടുമെങ്കിൽ പിന്നെ വർക്ക്ഷോപ്പ് ജീവിതം വേണ്ടല്ലോ എന്നോർത്തു. അപ്പോൾ ഞാൻ എന്റെ പഠനം പിറ്റേ ദിവസം ഞാൻ അതിലെ വന്ന് മേസ്രി ചോദിച്ചു, നീ പണി നിർത്തിയോ? അതിനെ നീ പണി നിർത്തിയോ? നീ പഠിച്ച് ഇതൊരു തൊഴിലല്ലേ, ഇതല്ലേ നീ പഠിക്കേണ്ടതേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പഠിക്കാം മേസ്രി, പക്ഷെ എന്റെ ജീവിതത്തിലെ കഷ്ടത കൊണ്ട് ഞാൻ ഇത് മാറിക്കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അതിലേക്ക് എനിക്ക് പിന്നീട് പോകാൻ പറ്റിയില്ല, കാരണം ഞാൻ ഈ സാമ്പത്തികം കണ്ടപ്പോ അതിലേക്ക് വന്ന് അങ്ങ് വീണു. കാരണം എനിക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാം, മദ്യം കഴിക്കാം, സിഗരറ്റ് വലിക്കാം, അതുപോലെ തന്നെ മുറുക്കാം, അങ്ങനെയുള്ള എന്റെ കാര്യങ്ങൾ നടന്നു. വീട്ടിലെ ചെലവ് നടക്കുന്നു, അതുപോലെ തന്നെ അച്ഛന്റെ മരുന്ന് മേടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വർക്ക്ഷോപ്പ് ജീവിതം ഞാൻ അവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിച്ചിട്ട് അതിനുശേഷം പൂർണ്ണമായിട്ട് ഞാൻ ഈ മേക്കാട് പണിക്ക് 1-2 വർഷം പോയി. 1-2 വർഷം പോയി കഴിയുമ്പോൾ അവിടുത്തെ ജോലികളെല്ലാം, പണികളെല്ലാം തീർന്നു. മേസ്രി എന്നോട് പറഞ്ഞു, എടമോനെ, ഇവിടുത്തെ പണികളെല്ലാം തീർന്നു, അതുകൊണ്ട് ഇനിയിപ്പം നിന്നെ ഞാൻ ഇടയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1-2 വർഷം പണിത് കഴിഞ്ഞപ്പോൾ 2018, അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് അച്ഛൻ സൗഖ്യമായി. അച്ഛൻ വീണ്ടും കാളവണ്ടിയിലിട്ട് ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പലചരക്ക്, അന്നൊക്കെ കാളവണ്ടിയിലാണ് പലചരക്ക് കൊണ്ടിരുന്നത്, ഒരു ചാക്കിന് 10 രൂപ അന്ന് കിട്ടും. അങ്ങനെ ആ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാളവണ്ടിയെ കൊണ്ടുവന്ന് വീണ്ടും അച്ഛൻ പോകാൻ തുടങ്ങിയപ്പോ വീണ്ടും എനിക്ക് മനസ്സിലായി, ഞാൻ വീട്ടിലോട്ട് ഇനി പൈസ കൊടുക്കണ്ട. അപ്പൊ പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന പണി കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും, മദ്യപിച്ച് നടക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ എനിക്ക് ചെറുപ്പം മുതൽ ചെറിയ ചെറിയ കൂട്ടുകെട്ടുകളൊക്കെ ആയി. ഈ കൂട്ടുകെട്ടുകൾ ശക്തമാകാൻ തുടങ്ങി. അങ്ങനെ വന്നു 18 വയസ്സിലായപ്പോൾ മറ്റ് ജോലികളൊന്നും ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു പിതാവിനോട് ചോദിച്ചു, എനിക്കൊരു ജോലി ലഭിക്കുമോ, എന്തെങ്കിലും ഒരു ജോലി? അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് നല്ലൊരു ജോലിയല്ലേ നിന്നെ പഠിക്കാൻ വിട്ടത്, നീ അത് ഉഴപ്പിക്കളഞ്ഞത്? ഞാൻ പറഞ്ഞ, സാഹചര്യം കൊണ്ട് അത് പറ്റിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും എനിക്കൊരു ജീവിതത്തിൽ ഒരു ജോലി വേണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 2018 ഈ റബ്ബർ കമ്പനി എന്ന് പറയും, അന്ന് റബ്ബർ കമ്പനി, ഈ അങ്ങനെയുള്ള റബ്ബർ കമ്പനി, ചെരുപ്പുണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ അന്ന് ജോലി ചെയ്താൽ ഒരു ദിവസം രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെ 25 രൂപയാണ് അന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ 26 രൂപ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, 26 ആണെങ്കിൽ 26, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരാഴ്ച നൈറ്റ് അങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്ന് കയറി, അവിടെ ചെന്ന് ജോലി ചെയ്തു. രാത്രി 8 മണിക്ക് കയറും, രാവിലെ 8 മണിയാകും ഇറങ്ങും. ഇവിടെ ചോറുമായിട്ട് പോകും. അവിടെ ചെന്ന് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ 25 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്ത് കഴിയുമ്പോൾ അന്ന് 25 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ 8 രൂപ മുടക്കിയാൽ ബീറും ലിക്കറും ഒക്കെ കിട്ടും. അങ്ങനെ പറയാറുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് കോട്ടയത്ത് പോകും. അങ്ങനെ കോട്ടയത്ത് പോയിട്ട് ഞാൻ ആ മദ്യത്തിന്റെ പൂർണ്ണമായ ആഴത്തിലേക്ക് ഞാൻ അങ്ങ് താന്ന് വീഴാൻ തുടങ്ങി. പിന്നെ കൂട്ടുകെട്ട് എനിക്ക് കൂടുതലായി. ഒരു 15 അംഗമടങ്ങുന്ന സുഹൃത്തുക്കൾ എനിക്കായി. അത് എല്ലാവരും മദ്യത്തിലാണ്. പിന്നെ നമ്മൾ വേറെ ഒന്നുമില്ല, ഒരൊറ്റ ലക്ഷ്യം, മദ്യപാനം നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ അതിന്റെ ആഴത്തിലേക്ക് ഞാൻ പോകാൻ ഇടയായി തോന്നുന്നു.
അങ്ങനെ ഇരിക്കെ അവിടെ പണി പഠിക്കാനായി. അവിടെ മില്ലിൽ മിസ്സിംഗ് എന്ന് പറയും. ഈ മില്ലിൽ റബ്ബർ അരച്ച് കെമിക്കലൊക്കെ ഇട്ട് അങ്ങനെ ഒരു ജോലിയാണ്. അപ്പൊ അതിലേക്ക് പോയി. അപ്പോൾ ഞാൻ പണി പഠിച്ചു. പണി പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം ജോലി, കെമിക്കല്, പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശ്വസിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും പൈസയുടെ ഓർത്തിട്ട് ഞാൻ അങ്ങനെ അങ്ങ് നിന്നു. അങ്ങനെ നിന്ന് ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ സുഹൃത്തുക്കൾ ഒത്തിരിയായി. വർഷങ്ങളോളം ഞാൻ അവിടെ പണിതു. 31 വർഷം വരെ ഞാൻ ഈ കമ്പനി ജോലിയാണ്. അങ്ങനെ വന്നു. അവിടെ പണിതുകൊണ്ടിരുന്നപ്പോൾ തന്നെ മിസ്സിങ് പണി അറിയാവുന്ന കാലഘട്ടങ്ങളായി കഴിഞ്ഞപ്പോൾ 3 രൂപ, ഒരാൾക്ക് 3 രൂപ, ഹെൽപ്പർക്ക് 2 രൂപ. അങ്ങനെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. ഞാനത് ഹെൽപ്പറായിട്ട് 2 രൂപയ്ക്ക് ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ മിൽമാനായിട്ട് ജോലി ചെയ്യുമ്പോൾ 3 രൂപയായി. അങ്ങനെ ഞാൻ ഇന്ന പണി ചെയ്യുമെന്ന് അറിയാമ്പോൾ പല കമ്പനിക്കാരെന്നെ പണിക്ക് ജോലിക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ജോലിയിൽ ഒക്കെ ഞാൻ പ്രവേശിച്ചു. വളരെ ശക്തമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കൂടെ തന്നെ ഭൂരിഭാഗം ഉഴപ്പാണ്. കാരണം അന്ന് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. 16-17 വയസ്സായപ്പോൾ പിന്നെ പിതാവ് പറയുന്നതൊക്കെ ഒരു പകുതിയാണ് ഞാൻ കേൾക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ യൗവനക്കാർ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ നടക്കുവാൻ തുടങ്ങി. ഇവിടെ വാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി നമ്മുടെ മോൻ മറ്റൊരു തലത്തിലേക്ക് കൈവിട്ടു പോവാണല്ലോ എന്നൊരു, അവർക്ക് വളരെ ഭാരമുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ടൂറിസ്റ്റ് ബസ്സിൽ കുറെ നാൾ പോയി. എന്നെ പോർട്ടറായിട്ട് പോയി. അങ്ങനെ പലവിധ ജോലികളിൽ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി 18, 20, 25 വയസ്സായപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ ഉഴപ്പിലേക്ക് പോയി. അതിനിടയ്ക്ക് കഞ്ചാവ് വരെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് എടുത്തില്ലെങ്കിലും എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെന്ന് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് അമ്മയെ തിരിച്ചറിയത്തില്ല, അപ്പനെ അറിയത്തില്ല, സഹോദരനെ അറിയത്തില്ല. അത് ഉപയോഗിച്ചാൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം പല നിറത്തിൽ പല സ്വഭാവം നമുക്ക് വരുന്നൊരു കണ്ടീഷനായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്റെ കൂട്ടുകാര്, അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനെ ഇന്ന പോലെ ഒരാളെ നമുക്കൊന്ന് തല്ലാനുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂട്ടുകാർ കൂടി ഒന്നിച്ച് പോയി അവരെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവങ്ങളും. കാരണം മദ്യം ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നെന്ന് നമുക്ക് തന്നെ അറിയത്തില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ എന്റെ പ്രദേശം ചിങ്ങവനം കുറിച്ചി എന്നുള്ള പ്രദേശം വിട്ടു. കാരണം നമ്മള് സീനിയർ ആകുക. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ടൗണിലുള്ള, കോട്ടയം ടൗണിലെ സുഹൃത്തുക്കൾ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം, കഞ്ഞിക്കുഴി, മണർകാട് അങ്ങനെയുള്ള എനിക്ക് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ടിപ്പർ ഓടിക്കുന്ന കുറെ സുഹൃത്തുക്കളും അവരൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കോട്ടയം ടൗണുമായിട്ട് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അറിയത്തില്ല. ഞാൻ രാവിലെ ഇവിടുന്ന് പോകുന്നത് എവിടെയാണെന്ന് പോലും വീട്ടുകാർക്ക്, അമ്മയ്ക്കോ അച്ഛനോ ഒന്നും എന്നെ കുറിച്ച് അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് രാവിലെ പോകുന്നു, വൈകിട്ട്. കാരണം ആ പ്രായം കഴിയുമ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും മദ്യപിച്ച് പറയുന്നുണ്ട് അവർക്ക് ഭയമായിരുന്നു. അപ്പോ അവർക്ക് എന്നെ കുറിച്ച് ഭയമായതുകൊണ്ട് അവര് എന്നോട് മിണ്ടത്തില്ല. എവിടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്കിട്ടൊന്ന് തുറിച്ചു നോക്കും. ആ തുറിച്ചു നോക്കുമ്പോൾ എന്റെ അമ്മയോ എന്റെ പിതാവോ ഒന്നും പിന്നെ മറുപടി പറയത്തില്ല. എനിക്ക് 20 രൂപ വേണം എന്ന് പറയുമ്പോൾ 20 രൂപ തരും. അതുമായിട്ട് എനിക്ക് ജോലി ഉണ്ടെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് വണ്ടിക്കൂലി മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അത് മേടിച്ചുകൊണ്ട് വീണ്ടും ഞാൻ കോട്ടയത്ത് പോയിട്ട് ഞാൻ വീണ്ടും കൂട്ടുകൂടി മദ്യപിക്കുക, പിന്നെ ജോലിക്ക് പോവുക, കൂട്ടുകൂടി മദ്യപിക്കുക. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വീടൊന്നുമില്ല. ചെറിയ അന്നത്തെ കാലത്തെ ആനവായ വീടാണ്. ഓല നിറഞ്ഞ ഓല കൊണ്ട് മെടഞ്ഞെടുത്ത ഒരു വീടാണ്. അതിന്റെ അകത്താണ് എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. കാരണം വീട് പണിയണം അങ്ങനെയുള്ള ഒരു ചിന്തകളൊന്നുമില്ല. അങ്ങനെ 20, 24, 25 വയസ്സായി കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലെ ഞങ്ങളുടെ പിതാവ് ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചു. അത് ക്രമീകരിച്ചു. പല സ്ഥലങ്ങളിൽ നിന്ന് പൈസ ക്രമീകരിച്ച് വീട് വെക്കാൻ വേണ്ടി പഴയ വീട് പൊളിച്ചു. പഴയ വീട് പൊളിച്ചിട്ട് അത് അവിടെ ഒരു ഷെഡ് വെച്ച്, അപ്പോൾ ആ തറ പിന്നെ കുറ്റിയടിക്കാൻ വേണ്ടി ആശാരി വന്നു കഴിഞ്ഞ് കുറ്റിയടിച്ചു കഴിഞ്ഞപ്പോ പിതാവിനോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോകരുത്, വീടിന് കുറ്റിയടിച്ച ദിവസമൊന്നും എങ്ങ് പോകരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോ അന്നൊക്കെ അനുസരിക്കുന്ന ഒരു സ്വഭാവം കുറവാണല്ലോ. ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 മണിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് കോട്ടയം ടൗണിലേക്ക് പോയി. കോട്ടയം ടൗണിൽ ചെന്ന് വീണ്ടും എന്റെ കൂട്ടുകാർ അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. വീട്ടിൽ നിന്ന് പിതാവ് പറയുന്നത് ഞാൻ അനുസരിക്കാതെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ മദ്യപിച്ച് ഞങ്ങളിങ്ങനെ കോട്ടയം ടൗണിന്റെ അടുത്ത് വന്നപ്പോൾ അന്ന് അവിടെ ഒരു പട്ടക്കടയുണ്ട്. ആ പട്ടക്കടയുടെ അകത്ത് നിന്നുകൊണ്ട് ഞങ്ങള് മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ ആരോ എന്റെ സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കൂ. അങ്ങനെ വാക്കുതർക്കമുണ്ടായിട്ട് അത് വളരെ പ്രതികൂലമായിട്ട് ആ KK റോഡിന്റെ സെൻട്രൽ ഭാഗത്ത്
വളരെ ശക്തമായ ഒരു വഴുക്കി അടി, അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കിടന്ന വിറക് കമ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചു. വളരെ വളരെ ശക്തമായ ഒരു പ്രശ്നമായിരുന്നു. അതിന്റെ നടുവിൽ അവിടെയുള്ള പോലീസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ പോലീസുകാർ വന്നപ്പോൾ വഴിയെല്ലാം ബ്ലോക്കായി കിടക്കുന്നു. രണ്ട് സൈഡിൽ KK റോഡ്, ബസ്, കാറ് എല്ലാം ബ്രേക്ക് ആയി കിടക്കുന്നതിന്റെ നടുവിലാണ് ഈ അടി നടക്കുന്നത്. അവിടുന്ന് അടി നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്റെ SI വന്നിട്ട് കേറ വണ്ടിയിൽ എന്ന് പറഞ്ഞു. അപ്പോ അന്നത്തെ മദ്യപാനത്തിന്റെ പുറത്ത് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടായിരുന്നു. പോലീസുകാരുമായിട്ട് അടിച്ചു. അവസാനം അവര് എന്റെ സുഹൃത്തിനെയും മറ്റൊരു സുഹൃത്തിനെയും കൂടെ കൂട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകുന്നതൊക്കെ അറിയാം. പക്ഷെ പിടിച്ചു എന്ന് തോന്നിക്കഴിയുമ്പോൾ മദ്യത്തിന്റെ അളവിന് ഒരു കുറവ് പോലെ തോന്നുക. കാരണം നമുക്കൊരു എന്തോ ഒരു നിന്ന പോലൊക്കെ തോന്നി. അവിടെ നിന്ന് എന്നെ നടത്തിക്കൊണ്ട് രണ്ട് കൈയിലും ആമ വിട്ട് വിലങ്ങിട്ടുകൊണ്ട്, അന്ന് ആ ജീവിതത്തിൽ ആദ്യമാണ് അങ്ങനെ ഒരു വിലങ്ങിട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ വിലങ്ങിട്ട് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെ നടത്തിക്കൊണ്ട് ഈ ജില്ലാ ആശുപത്രിയുടെ വാതിലിൽ ഞങ്ങൾ ഈ മദ്യപിച്ചോ എന്നറിയാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുന്നു, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സഹോദരി നടന്നു വരുന്നു. അപ്പൊ ഞാൻ കാണണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ ഈ വിലങ്ങി ഈ സൈഡിലോട്ട് ചേർത്ത് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോയി. പക്ഷെ എന്നെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവിടുന്ന് ഞാന് ഡോക്ടറിന്റെ ആയിക്കോട്ടെ ഞങ്ങൾ രണ്ടുപേരെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ മെമ്മറി. ഞാൻ പെട്ടെന്ന് ഡോക്ടറിന്റെ നേരെ നിന്നാക്കാം എന്നും കണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ സുഹൃത്ത്, ഡോക്ടറെ ഞാൻ മദ്യപിച്ചില്ലേ എന്നും പറഞ്ഞ് നേരെ ചെന്നിട്ട് ഡോക്ടറിന്റെ മുന്നിലോട്ട് കമന്നു വീണു. അത് കണ്ടപ്പോ പിന്നെ എന്നെ പരിശോധിക്കേണ്ട വന്നില്ല. ഞങ്ങളെ രണ്ടുപേരെയും മദ്യപിച്ചു എന്ന് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ഈസ്റ്റിൽ ജയിലിലേക്ക് ഞങ്ങളെ രണ്ടുപേരെയും ജയിലിൽ മാറ്റി കഴിയുമ്പോൾ അപ്പോഴാണ് ഈ സെന്റിമെന്റ്സ് തോന്നുന്നു, സങ്കടമൊക്കെ ഉണ്ടാകുന്നു. മദ്യം ഇറങ്ങി വരുന്നു, ഞങ്ങൾ അകത്താണല്ലോ എന്നൊക്കെ ഓർത്ത് പിന്നെ വീട്ടിലെ കാര്യങ്ങള്, അച്ഛന്റെ കാര്യങ്ങള്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ കിടന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അതിന്റെ അകത്ത് നടന്നു. ഒത്തിരി വളരെ ഭാരത്തോടെ. കാരണം എന്റെ സുഹൃത്തിന് അപ്പൊ അവിടെ വെച്ച് വിലം കഴിച്ച് രണ്ട് അപ്പുറം ഇരുത്തി. അപ്പോൾ അന്ന് പുതുപ്പള്ളി എന്ന് പറയുന്ന പള്ളി പെരുന്നാൾ നടക്കുക. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം. കാരണം പോലീസുകാർ കുറവായിരുന്നു. പോലീസുകാരെല്ലാം ഞങ്ങളെ തല്ലാനുള്ളവരെല്ലാം മുഴുവൻ പള്ളിയിലായതുകൊണ്ട് ആർക്കും ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റിയില്ല. 2 പോലീസുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്നിട്ടും ഒരുവൻ ഓടി വന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറാനെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് മിക്കവാറും എനിക്കിട്ട് കിട്ടും എന്നും കണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഇവൻ ഈ മദ്യം ഇവന്റെ അകത്ത് കിടന്ന് ആകെപ്പാടെ മറിഞ്ഞിട്ട് ഇവൻ ഓടി വന്നിട്ട് ഈ വാഷിംഗ് ബേസിനകത്ത് അവൻ അന്നത്തെ ഭാഷ പറഞ്ഞ വാള് വെക്കുക, അല്ലെ ശ്രദ്ധിക്കുക, വൊമിറ്റ് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പോലീസുകാരൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ അവിടെ വന്ന് ഇങ്ങനെ തളർന്നു കിടന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നീ കണ്ടല്ലോ നിന്റെ സുഹൃത്ത് കാണിക്കുന്നേ? ഞാൻ പറഞ്ഞു കണ്ടു, കുഴപ്പമൊന്നുമില്ല, അത് നീ വാരി വെളിയിൽ കൊണ്ട് കളഞ്ഞാക്കാൻ. എന്റെ ജീവിതത്തിൽ ആകപ്പാടെ ഒരു ഇതായിപ്പോയി. കാരണം അതെങ്ങനെ വാരും? അവസാനം അവിടുന്ന് 2 കൈയും കൊണ്ട് ഞാൻ അത് വാരിക്കൊണ്ട് പുറത്ത് കളയുന്ന അവസ്ഥ. അത് കഴിഞ്ഞപ്പോഴത്തോളം ഞാൻ അകത്തിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ദൈവമേ, ഇനി ഇങ്ങനെയുള്ള പ്രശ്നത്തിലൊന്നും ഞാൻ ചെന്ന് ചാടത്തില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. എങ്കിലും അതെനിക്ക് ഉറയ്ക്കാൻ പറ്റില്ല. അവിടെ നിന്ന് വന്നു. അന്ന് ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് പിറ്റേ ദിവസം കോടതി അവധിയാ, ഞായറാഴ്ച കോടതി അവധിയാ. അപ്പൊ കോടതി അവധിയായതുകൊണ്ട് അന്നും എനിക്ക് അതിന്റെ അകത്തുനിന്ന് പോരാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ അച്ഛന്റെ അനിയൻ ഒരാളുണ്ട്, അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് K ഡേവിഡ് എന്ന് പറയും. അന്ന് അപ്പാപ്പി കണ്ണൂർ ഒരു സ്റ്റേഷനിൽ കോടതി പോയേക്കുക. അപ്പൊ കോടതി പോയതുകൊണ്ട് എന്നെ ജാമ്യത്തിൽ ഇറക്കും. അപ്പൊ ഞങ്ങളിവിടെ കിടന്ന കാര്യം ആരും അറിയുന്നില്ല. അപ്പൊ ഞങ്ങളവിടെ വീട്ടുകാർ പോലും അറിയുന്നില്ല. കാരണം വീട്ടിൽ ഞാൻ പോയാൽ ചിലപ്പോൾ 3 ദിവസം 4 ദിവസം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്ക് അങ്ങനെ അപ്പം വരുമെന്ന് മാത്രം ഒരു ചിന്തയുള്ളൂ, അല്ലാതെ അന്വേഷണം വരുന്നില്ല. കാരണം അന്വേഷിച്ചാലും ഞാൻ മറുപടി പറയത്തില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഒന്ന് ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച വന്നപ്പോ ഈ സുഹൃത്തിന്റെ വേണ്ടപ്പെട്ടവരെങ്ങനെയോ തിരക്കി വന്ന് ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നു. എന്നെ തിരക്കി ആരും വന്നില്ല. ഞാൻ അവിടെ കിടന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ സുഹൃത്തിനെ കൂടെ ഇറക്കണമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നിന്റെ സുഹൃത്തിനെ എന്തിനാ ഞാൻ ഇറക്കുന്നത് എന്ന് ചോദിച്ചു. അതല്ല, അവനില്ല, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ എന്നെ കൂടെ ഒന്നിച്ചിറക്കി മാങ്ങാനത്ത് വടവാതിലുള്ള ഭാഗത്താണ് സിബി എന്ന് പറയും. അങ്ങനെ ആയിരുന്നപ്പോഴത്തേന് അവിടുന്ന് ഞങ്ങളെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അന്ന് മുതൽ കേസ് തുടങ്ങുക. 26 വയസ്സുള്ളപ്പം മുതൽ കേസ് തുടങ്ങുക. ഈ കേസ് തുടങ്ങിയിട്ട് കേസ് അവിടെയെങ്ങും അവസാനിക്കുന്നില്ല. ഇതിങ്ങനെ നീണ്ടു വർഷങ്ങളോളം പോവുക. കാരണം നമ്മുടെ അന്നത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവധിക്ക് വെച്ച് അപ്പൊ ജോലിക്ക് പോകുന്നു, കമ്പനി ജോലിക്ക് പോകുന്നു, നൈറ്റ് വന്നു കഴിയുമ്പോഴത്തേന് ഉറക്കം തൂങ്ങിയ വന്ന് കോടതിയുടെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അപ്പാപ്പൻ വന്നിട്ട് ഇവിടെ നോക്കും. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കോടതി വിളിച്ചപ്പോ രാജു കാരിക്കുളം എന്ന് കോടതി വിളിക്കുമ്പോൾ 3 പ്രാവശ്യം ഞാൻ അതിന്റെ കോടതി വരാൻ തിരുന്ന് ഉറങ്ങിപ്പോയി.
അപ്പാപ്പൻ നോക്കുമ്പോ എന്നെ കാണുന്നില്ല. അവസാനം അപ്പാപ്പൻ വന്ന് നോക്കി, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുക. എന്നെ വിളിച്ച്, ഇനി മേലിൽ എന്നെ കേസിന് നീ വിളിച്ചേക്കരുത്, ഞാൻ എന്റെ കേസിന് ഇനി വരത്തില്ല എന്ന് പറഞ്ഞു മുഷിഞ്ഞു. പക്ഷെ അവിടുന്ന് ഞാൻ വീണ്ടും പിന്നെ ആ കേസ്, എന്റെ കേസ് ഇനി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ എന്റെ അന്നേരത്തെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അച്ഛനാണോ അപ്പാപ്പനാണോ എന്ന് നോക്കത്തില്ല. ഞാൻ അപ്പാപ്പനോട് പറയും, മുഷിഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞിട്ട്, നമുക്ക് കേൾക്കാൻ കൊള്ളുകയില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട് അപ്പാപ്പനോട് പറഞ്ഞു വേറെ പണി നോക്കിക്കോളാൻ പറഞ്ഞു. ആരോടാ? അഡ്വക്കേറ്റിനോട് പറയുക. അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ കാലഘട്ടം ഞാൻ ആരും മൈൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലെനിക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ വേറെ ഒരു അഡ്വക്കേറ്റിന്റെ കേസ് വെച്ചു. കേസ് പിന്നെയും നടക്കുക. കേസ് നടന്ന് കേസ് തീരുക എന്നൊക്കെ പറയുമ്പോൾ 31 വയസ്സ് എനിക്ക് വിവാഹ സമയത്ത് തീരുന്നു. അന്ന് വരെ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അന്ന് വടവാതിലിന്റെ പ്രദേശത്താണ് കമ്പനി പണിയുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു കൂട്ടായി. അപ്പൊ എനിക്ക് പല ഇടങ്ങളിൽ പല കൂട്ടുകളൊക്കെ ആയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇവിടുത്തെ കൂട്ട്, അവിടുത്തെ കൂട്ട്, അതിന്റെ ഇടയ്ക്ക് അടി, കേസ്, വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും ഞാൻ താമസിക്കുന്ന ചിങ്ങവനം കുറിച്യ പ്രദേശത്ത് അങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല. കാരണം ഞാൻ ടൗണിലേക്ക് മാറാൻ തുടങ്ങി. ഇവിടെയുള്ളവർക്ക് എന്റെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ അറിയത്തില്ല. അവിടെ വെച്ച് ഭയങ്കര ശക്തമായ പ്രശ്നങ്ങളാണ് പിന്നെ നടക്കുന്നത്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ 27, 28, 29 വയസ്സ് അടുക്കാറായി. ഇത്രയും വയസ്സായി. അപ്പൊ പെങ്ങളെയൊക്കെ പഠിച്ച്, പെങ്ങള് ഡൽഹിയിൽ ഒരു ആന്റിയുടെ കൂടെ അവിടെ നിന്ന് ആ ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ്. ഞാൻ വീട്ടിൽ വരുന്നു. അപ്പൊ വീടിന്റെ പണിയൊക്കെ നടക്കുന്നു. വീടിന്റെ പണി നടക്കുമ്പോൾ അന്നൊക്കെ ഞാൻ മദ്യപിക്കെങ്കിലും വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ മദ്യപിക്കുകയാണെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഞാൻ വീട് പണിയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അപ്പൊ ഞാൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് ഒരു 10 ചാക്ക് സിമെന്റ് എടുത്ത് വെക്കും. 10 ചാക്ക് സിമെന്റ് എടുത്ത് വെക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ നിന്ന് കുറച്ച് കമ്പനിയിൽ നിന്ന് പൈസ കൊടുക്കും. അങ്ങനെ ചെയ്ത് വീട് കട്ടയൊക്കെ കെട്ടി ഒരുമാതിരിയൊക്കെ പണിതു, ഷീറ്റൊക്കെ ഇട്ടു. ഞാനോട് കൂടി അത്രയൊക്കെ ചെയ്യുന്നുണ്ട്. മദ്യപാനം ഉണ്ടെങ്കിൽ ആ കൂടെ അതിനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വിവാഹ ടൈം എടുക്കുമ്പോഴത്തന്നെ വീട് പൂർണ്ണമായിട്ട് ഞാൻ പണി തീർക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, ഇവിടെ ഇവൻ ഈ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തുന്നത്? അതെന്താണെന്ന് അറിയത്തില്ല, അവൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇവന് വേറെ തന്നെ പൈസ കിട്ടാൻ മാർഗം. പക്ഷെ ഇതെല്ലാം ഒരു സൈഡ് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്നാകണമെന്ന് ഒരു സൈഡിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ശത്രു നമ്മളെ വിടാത്തതുപോലെ ഞാൻ വീണ്ടും ഈ മദ്യത്തിൽ തന്നെ ഇങ്ങനെ ആഴ്ന്ന് കിടക്കുക. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ വീട് ഒരു വിധത്തിൽ പണിത് ഒപ്പിച്ചു. അപ്പോൾ 30 വയസ്സാകാറായി. കേസ് എന്നിട്ടും തീർന്നിട്ടില്ല. അപ്പം വീട്ടിലൊക്കെ എവിടെയൊരു ഒരു കല്യാണം നടക്കുമ്പോൾ, ഒരു മരണം നടക്കുമ്പോഴെല്ലാം കുപ്പി മേടിച്ച് പൊട്ടിക്കുക, കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 30 വയസ്സായി. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് വിവാഹമൊന്നും വേണ്ടേ? വീട്ടിൽ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു എന്നാ വിവാഹം? അപ്പൊ ഞാൻ അതിനെല്ലാം തടസ്സമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുക. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലി ഒരു സ്ഥലത്തുണ്ട്. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഇതിന്റെ നടുവിൽ ഒരു 10-15 വർഷമായിട്ട് ഒരു പെൺകുഞ്ഞുമായിട്ട് വളരെ സ്നേഹമായിരുന്നു. ആ സ്നേഹമായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് അത് താല്പര്യമാണെങ്കിൽ നീ അത് ചെയ്യുക. ഞാൻ പറഞ്ഞ് അത് ഒരു കാര്യം ചെയ്യും, അച്ഛൻ ചെന്ന് അവിടെ ചോദിക്കും. അച്ഛൻ ചോദിച്ചിട്ട് അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മറ്റു കാര്യം ചെയ്യാമെന്ന് പറയാൻ ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ചെന്ന പിതാവ് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു നടക്കത്തില്ല. പിതാവിനോട് അവരുടെ അച്ഛൻ പറഞ്ഞു നടക്കത്തില്ല, അവൻ ഭയങ്കര മദ്യപാനവും അടിയും പിടിയായിട്ട് നടക്കുന്ന ഒരുത്തിന് എന്റെ മകളെ കൊടുക്കാനില്ല എന്നൊക്കെ പറയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ 30 വയസ്സായി കഴിഞ്ഞ പിന്നീട് ഒരു 31 വയസ്സിലേക്ക് ഞാൻ കയറുകയാണ്. അപ്പോൾ കേസ് തീരാറായി വരുന്നു. 31 വയസ്സിലായിരുന്നപ്പോഴാണ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, 31 വയസ്സായി അന്ന്. അപ്പോൾ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്ക് ഒരു പെണ്ണ് കേസിട്ട് പറയാം, ആ കല്യാണം നീ ആ പെണ്ണിനെ കാണും, നമുക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് നടത്താം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് ആരാണ് പെണ്ണിനെ തരുന്നത്? ഞാൻ ഈ മദ്യപിച്ചും വെള്ളമടിച്ചും കേസും ഒക്കെ ആയിട്ട് നടക്കുന്നത് അതൊന്നുമല്ല, ഞാനത് ക്രമീകരിക്കാം, എനിക്ക് പരിചയമുള്ള ഒരാളാണ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. 31 വയസ്സായപ്പോ എന്റെ സുഹൃത്ത് എന്നിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനുണ്ട്, പയ്യൻ മദ്യപിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ലെന്നൊക്കെയാണ് അന്ന് എന്റെ സ്നേഹിതൻ പറഞ്ഞത്. അവരോട് പറഞ്ഞു നമുക്ക് നോക്കാം, ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാനും എന്റെ പേരപ്പന്റെ മകനും എന്റെ ഇളയ പെങ്ങളും, അതായത് പേരപ്പന്റെ ഇളയ മകളും, ഞങ്ങൾ 3 പേരും കൂടെ, എനിക്കൊരു ഓട്ടോ ഉണ്ട്, ഈ ഓട്ടോയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങള് പെണ്ണ് കണ്ടു. പെണ്ണ് കാണുന്നു പറഞ്ഞാൽ ഈ പെൺകുഞ്ഞിന്റെ, എന്റെ ഇപ്പോഴായിരിക്കുന്ന ഭാര്യയുടെ, ഈ പെൺകുഞ്ഞിന്റെ വീടെന്ന് പറയുന്നത് എലഞ്ഞിയിലാണെങ്കിലും അവരുടെ അമ്മയുടെ വീട് ആർമാനൂര്. അപ്പോൾ ചെന്ന് കാണുന്നത് ആർമാനൂരാണ്. ആർമാനൂര് ചെന്ന് കാണുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നൊക്കെ ഒരു സ്വഭാവമുണ്ട്, നമ്മള് ഈ വലിയ ജാടയൊന്നും കാണിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ബിസ്ക്കറ്റും ചായ ഒക്കെ എടുത്തു. ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റും ചായ ഒന്നും വേണ്ട, എനിക്ക് അല്പം ചോറ് തന്നാ മതി
എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂളായിട്ട് പെണ്ണ് കാണാൻ പോയ വീട്ടിൽ പറയാം, നിങ്ങൾക്ക് എന്നെ കൂട്ടാനുള്ളത് കൂട്ടാൻ കറിയൊന്നും വേണമെന്നില്ല, മുളകാണേലും മതി, അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം. അപ്പൊ അവർക്ക് തന്നെ എന്നെ വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം അവര് മദ്യം കഴിച്ചു എന്നുള്ളതല്ല വിഷയം, ആ ഇടപെടൽ കൊണ്ട് എന്നോട് പറഞ്ഞു. അവര് മൊത്തത്തിൽ ഒരു അഭിപ്രായം, "എന്നാ ഈ ചെറുക്കൻ നല്ല ചെറുക്കനാണ്" എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നെ കണ്ടു, ആ, അവളും മനസ്സുകൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞു. പിരിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ സാഹചര്യത്തൊക്കെ പറയാൻ വേണ്ടി അവരിവിടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവർക്ക് വീടൊന്നും വെച്ചിട്ടില്ല, വളരെ ഭാരത്തോടാണ്. എന്നാൽ ഞാൻ എന്റെ വീട്ടിൽ പറയുമായിരുന്നു, കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് അമ്മ വിദ്യാഭ്യാസം കുറവാ, അച്ഛനോടും പറയാം എനിക്ക് വിദ്യാഭ്യാസം കുറവാ, ഞാൻ 10ാം ക്ലാസ് വരെയാണ് പോയത്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് തലമുറയൊക്കെ ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് ആവശ്യമാണ്, കാരണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിടാ, അത് നിനക്ക് പറ്റിയ ഒരു പെണ്ണാണ്, അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ഡിഗ്രി പഠിക്കുന്നു, ഇപ്പോൾ അവള് എന്റെ കോടതിയിൽ ഒരു ഗോമസ്തയായിട്ട് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അത് ഞാൻ പറഞ്ഞു എനിക്കത് മതി, ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ സാഹചര്യം കൊണ്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കല്യാണം നടത്താം, പക്ഷെ ഞങ്ങൾക്കിപ്പോ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്ത്രീധന പൈസ ഒന്നും ചോദിക്കാൻ മേലാത്ത കാലഘട്ടം അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനും അതിന് വല്ല വില കൊടുത്തില്ല. ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, നമുക്കൊരു പെങ്ങളുണ്ട്, നമ്മളെ ഇറക്കി വിടുമ്പോൾ നമ്മളതിലൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അവരെന്താണോ പറയുന്നത് അതുപോലെ കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 6 മാസത്തേന് കഴിയുമ്പം വിവാഹം നടത്താമെന്ന് പറഞ്ഞു. 6 മാസത്തേന് മാറ്റിവെച്ചു. ഈ 6 മാസം മാറ്റിവെച്ചു എങ്കിലും ഞങ്ങൾ മനസ്സുകൊണ്ട് അടുത്തത് കൊണ്ട് ഞങ്ങള് വിളിക്കുകയും വർത്താനം പറയുകയും അതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഫോണിൽ കൂടെ വിവാഹ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ ഈ 6 മാസം എന്നല്ല, ഒറ്റ ദിവസം കണ്ടെങ്കിലും ഞങ്ങൾ വർഷങ്ങളോളമുള്ള സ്നേഹം പോലെ. അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്നേഹിച്ചാണോ വിവാഹം കഴിച്ചെന്നൊക്കെ. ഞാൻ പറഞ്ഞല്ല, സ്നേഹിച്ചില്ല, ഞങ്ങള് വളരെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുവാനായിട്ട്. അങ്ങനെ വന്നു 2001 പ്രവേശിക്കുക. 2001 പ്രവേശിക്കുമ്പോ അപ്പൊ എന്റെ പ്രദേശത്ത് എനിക്ക് മറ്റൊരു കളിയാക്കുന്ന പേരുണ്ട്. ആ പേരിലൂടെ പറഞ്ഞിടാ, ഇന്നയാൾക്ക് കല്യാണമൊക്കെ ആയി കേട്ടോ, അവന്റെ എന്റെ കൂട്ടുകെട്ടിനൊക്കെ പിടിവിടാൻ പോവുക എന്നൊക്കെ പറഞ്ഞു, പലരും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിടാ, അതുകൊണ്ടൊന്നും ഇല്ല, പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞു കൂട്ടുകെട്ട് വിടുന്നു, സ്നേഹം എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2001 കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണത്തിന്റെ വിരുന്ന് കഴിഞ്ഞു. വിരുന്നിന് ഇവിടുന്ന് പോയി തിരിച്ചു വന്നപ്പോ എനിക്കൊരു ചെറിയ ബൈക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായപ്പോ ഞാൻ വിരുന്നിന് പോകുമ്പോ എന്റെ കാല് പ്ലാസ്റ്റർ ഇട്ടുണ്ട്, മുണ്ട് ഞാൻ താത്തിട്ടുകൊണ്ടാണ് നമ്മുടെ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഡേറ്റ് വെച്ച് 6 മാസം കഴിഞ്ഞ്, അതായത് 2001 വന്നപ്പോഴത്തേന് ആ വിവാഹം നടക്കുന്ന ടൈമായി. അപ്പൊ ആ സമയത്ത് എന്റെ വീടിന്റെ പണിയൊക്കെ പൂർണ്ണമായിട്ടെല്ലാം റെഡിയാക്കി വിവാഹത്തിന്റെ സമയമായപ്പോൾ അന്ന് ഡേറ്റ് 25-ാം തീയതി വിവാഹമാണ്. ആ വിവാഹത്തിന് വേണ്ടി ഭയങ്കര ജനമാ. അന്ന് ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൾ അത്രമാത്രം ഉണ്ട്. അപ്പോ സി എം എസിലാണ് കല്യാണം നടക്കുന്നത്. അവര് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് പെൺകുട്ടിയുടെ വീട്ടുകാര്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വിവാഹം നടത്താൻ വന്നു. വിവാഹത്തിന്റെ അന്ന് പള്ളിക്കകത്ത്, അപ്പൊ അന്നത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാളിനും ദുഃഖവെള്ളിയാഴ്ചയും അങ്ങനെയൊക്കെ ഉള്ള സമയത്തെ പള്ളി പോകാറുള്ളൂ. അത് അവർക്കറിയാം. പെരുന്നാൾ നടക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലും, ദുഃഖവെള്ളിയാഴ്ച ചെല്ലും, അങ്ങനെയുള്ള സമയത്ത്. ആഹാ, ഇപ്പൊ എന്നെ അടുപ്പിച്ചൊക്കെ വരുന്നെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചെറിയ കല്യാണമായി, ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉപദേശി പറഞ്ഞു. അപ്പൊ കല്യാണം നടക്കുന്ന സമയത്ത് പെൺകുട്ടി വന്നപ്പോ ഞാന് അന്നും ഈ മദ്യം എന്ന് പറയുന്ന മാറ്റുന്നില്ല. അപ്പൊ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എനിക്കൊരു ധൈര്യമൊക്കെ ഉണ്ടെങ്കിലും വിവാഹമൊക്കെ അല്ലേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവര് കൊണ്ടുവന്ന് പള്ളിയുടെ പുറകെ കൊണ്ട് ഇങ്ങനെ സാധനം തരികയാണ്. സാധനം തന്നു കഴിയുമ്പോഴും ഞാൻ അവിടെ നിന്ന് കഴിക്കും. അപ്പൊ സമയമായിട്ടില്ല. വീണ്ടും ഞാൻ ആൾക്ക് പറയും, എനിക്ക് ടെൻഷനാ, ഒന്നും കൂടെ കഴിക്കും. അങ്ങനെ ഈ സമയമായപ്പോ, വിവാഹത്തിന്റെ കെട്ടിന്റെ സമയമായപ്പോൾ എനിക്ക് ഒരു വിധത്തിലും ഈ പള്ളിക്കകത്തോട്ട് കയറാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങ് ആയെന്ന് പറഞ്ഞാൽ മദ്യത്തിൽ അങ്ങ് മുങ്ങിപ്പോയിട്ട് ഞാൻ ആ പള്ളിയിലോട്ട് കയറുന്നപ്പോൾ എന്നോട് പള്ളിയിലെ അച്ഛൻ, എന്നെ ശരിക്കും അറിയാവുന്ന ഒരാളാണ്, ഞാൻ എങ്ങനെയൊക്കെ നടക്കുന്നത്. എന്നോട് ചോദിച്ചു, നിനക്ക് ഇന്നെങ്കിലും ഇതൊന്ന് മാറ്റിവെക്കാൻ മേലായിരുന്നു എന്ന് മാത്രം എന്നോട് ചോദിച്ചു. ഞാൻ അവിടെ വന്ന് വിവാഹം കഴിക്കാൻ വേണ്ടി പുള്ളിക്കാരി അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് പോലും അറിയാൻ മേലാത്തൊരു ടൈമായിരുന്നു. ഞാൻ അങ്ങനെ താലിയെടുത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ താഴെ വീഴുവോ എന്ന് ഓർത്തിട്ട് പുള്ളിക്കാരിയുടെ ഷോൾഡറിൽ ഒന്ന് കൈ കുത്തിയിട്ട് ഈ കെട്ടുന്ന, എന്റെ ആൽബത്തിലൊക്കെ നോക്കിയാൽ അറിയാം, ഞാൻ അതിലേക്ക് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. വീണ് കിടന്നാണ് ഞാൻ അങ്ങനെ താലി കെട്ടുന്നത്. താലി കെട്ടിക്കഴിഞ്ഞ് ഞാൻ അവിടുന്ന്, അപ്പോ ഒരുപക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു കണക്കൂട്ടലുണ്ടല്ലോ. ഒരുപക്ഷെ പുള്ളിക്കാരിക്കും അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ടാകും.
ഒരുപക്ഷെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കണക്കൂട്ടൽ മുഴുവൻ പാളിപ്പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം എന്താ വെച്ചാൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. വിവാഹ സമയത്ത് മദ്യത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ് എന്റെ ഭാര്യ അന്ന് കാണുന്നത്. അപ്പോൾ ആർക്കും കണക്കൂട്ടൽ തെറ്റിപ്പോകുമല്ലോ. അങ്ങനെ വന്ന് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഒപ്പിടാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ആ ഫയലിലേക്ക് ഒപ്പിടാൻ എനിക്ക് പറ്റുന്നില്ലാത്തൊരവസ്ഥയും. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ ഒപ്പിട്ട് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്ന് രാത്രിയും ഞാൻ മദ്യം, അതുപോലെ തന്നെ ഇവിടുന്ന് ഈ വിരുന്നിനൊക്കെ പോകുന്ന ഒരു സമയമുണ്ടല്ലോ, അങ്ങനെ 4 ദിവസത്തിന് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്റെ മുണ്ടിന്റെ ഈ കുത്തിന്റെ അകത്ത് മദ്യം മേടിച്ച് സ്റ്റോക്ക് ചെയ്താണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടുകാര്, ഭാര്യ അവരൊന്നും കാണാതെ കൊണ്ടുവന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഈ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് എന്റെ ഭാര്യയെ കണ്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇവരുടെ ഒരു ചിറ്റപ്പനാണ് വിവാഹം നടത്തിയത്. അപ്പോ ചെറുതായിട്ട് മദ്യപാനം ഉള്ളെന്ന് പറഞ്ഞ ആള് പൂർണ്ണമായിട്ടൊരു മദ്യപാനമാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി. ഇവിടെ വന്നു. പിന്നെ ഞങ്ങൾ ജീവിതം തുടങ്ങി. ജീവിതം തുടങ്ങിയപ്പോൾ ഈ വീട്ടിൽ അല്പസ്വല്പ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ മദ്യപാനത്തിൽ ഭയങ്കരമായി വിഷയമുണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ആയിട്ടും വളരെ എന്തൊക്കെയോ ഒരു വീട്ടിൽ അകലിച്ചകളിലും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് ഒന്ന് മാറി നിന്നു. അങ്ങനെ പിന്നെ വിവാഹം കഴിഞ്ഞ് അവിടെ ഒരു ചിറ്റപ്പനാണ് കാര്യങ്ങൾ നടത്തിയത്. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ടൊരു മദ്യപാനിയാണെന്ന്, തികഞ്ഞ മദ്യപാനിയാണെന്ന് നമ്മുടെ വീട്ടുകാർക്ക് അന്ന് മനസ്സിലായി, ഭാര്യയ്ക്ക് മനസ്സിലായി. എന്റെ ജീവിതം കഴിഞ്ഞ് ഞങ്ങളുടെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നു. അവിടെ നിന്ന് ഞങ്ങള് അവിടെ നിൽക്കുമ്പോഴും അമ്മാവനൊരു കടയുണ്ട്. ആ കടയിൽ നിന്ന് കട നിൽക്കും. അമ്മാവൻ ഓട്ടോ ഉണ്ട്, ഓട്ടോ ഓടിക്കുക, ഞാൻ ആ കടയിലെ സാധനം ഉണ്ടാക്കി കൊടുക്കുക, സാധനം മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ അമ്മാവനും ഞാൻ സുഹൃത്ത് ബന്ധം പോലെയായി. അമ്മാവനും പിന്നെ സുഹൃത്ത്, ഇവിടുത്തെ ഉള്ള സുഹൃത്ത് വിട്ടിട്ട് അമ്മാവനും മരുമകനും കൂടെ മദ്യപാനം തുടങ്ങി. അമ്മാവനും മരുമകനോടെ മദ്യപാനം തുടങ്ങിയിട്ട് പിന്നെ അപ്പോൾ അമ്മായിക്ക് പ്രശ്നമായി, അവിടെ ഭയങ്കര പ്രശ്നമായി. ഞങ്ങള് അമ്മാവനും മരും കൂടി ആകപ്പാടെ ഇതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് സാധനം മേടിക്കാൻ 6 മണിയാകുമ്പോൾ പോവുക, വീണ്ടും മദ്യപാനത്തില് അമ്മാവനും മരുമകനും അങ്ങനെ നടക്കുന്ന സമയങ്ങള്. അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2001 ഒരു 2001 വർഷം തീരാറാകുമ്പോൾ എന്റെ പിതാവ് അവിടെ വന്നു. അവിടെ വന്നിട്ട്, എടാ നീ അങ്ങോട്ട് വരുന്നത്, ഞാൻ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് നാള് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞങ്ങളുടെ പിതാവ് അവിടെ നിന്ന് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു അന്നൊരു എരുവേലിൽ എന്ന് പറയുന്ന ഒരു പിയാഡിസിന്റെ മന്ദിരത്തിൽ അവിടുത്തെ ഉത്സവം നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ഓട്ടം കിട്ടി. ഞാൻ വണ്ടിയിൽ ഓട്ടം പോകുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു ഫോൺ കോൾ വരുവാനിടയായി തീർന്നു. എന്താണെന്ന് ചോദിച്ചാല്, എന്റെ പിതാവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ പിതാവിനെ കാണുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് അറിയിപ്പ്, അവിടെ അനൗൺസ്മെന്റ് ചെയ്തു, ഇന്നപോലെ പെട്ടെന്ന് വരണം. ഞാൻ അവിടുന്ന് അമ്മാവന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ആൾക്കാരെ ഇറക്കിയിട്ട് തിരിച്ച് സത്യത്തിൽ അന്ന് ഓട്ടോ ഓടിച്ചത് മീനിടം മുതല് കുറിച്ചി വരെ സത്യത്തിൽ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. അത്രമാത്രം ടെൻഷനോടെ വീട്ടിൽ വന്ന് വണ്ടി കൊണ്ട് ഇട്ടു. പിതാവിനെ കണ്ടില്ല. അവിടെ എല്ലാം അന്വേഷണം തുടങ്ങി. അന്ന് പിന്നെ എന്റെ സുഹൃത്തുക്കളെ, വീട്ടുകാരെല്ലാരും അന്വേഷിച്ചു. അച്ഛനെ കണ്ടില്ല. അപ്പം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു കിണറുണ്ട്. അപ്പൊ ആ കിണറിന്റെ അരികിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ആ കിണറിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ഭയമോ ഭീതിയോ പോലെ ഇങ്ങനെ തോന്നുന്നു. ഞാൻ പോകുന്നില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് ചാച്ചാന്നാ വിളിക്കുന്നത്. ചാച്ച എന്ന് വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, ആ വിവാഹം നടത്തോട്ട് നമുക്ക് അന്വേഷിക്കാൻ പോകാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ അവിടെയുള്ളവര് അന്വേഷിക്കാൻ വേണ്ടി എന്നെ മാറ്റിയതാണോ എന്ന് ഞാൻ പറഞ്ഞു. ഒരു പക്ഷെ മാറ്റിയതായിരിക്കാം. ഞാൻ ആ കല്യാണ വീടിന്റെ അവിടെ ചെന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ പിതാവിനെ കിണറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഓട്ടോറിക്ഷയിലേക്ക് കയറ്റുന്ന ഭാഗമാണ് ഞാൻ കാണുന്നത്. 2001 അതെന്റെ മനസ്സിനെ തകർത്ത ഒരു വിഷയമായിരുന്നു. എന്റെ പിതാവ് കിണറ്റിൽ വീണ് മരിച്ചു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഒരു ഭാഗമായിട്ട് അങ്ങനെ മരണപ്പെട്ടു. അതെന്റെ ജീവിതത്തിൽ ഒരു വലങ്കൈ ഒടിഞ്ഞതുപോലെ. കാരണം എനിക്ക് ഒന്നും, ഞാൻ എവിടെ ജോലിക്ക് പോയാലും ജോലിക്ക് പൈസ കൊടുക്കേണ്ട ഞങ്ങളുടെ അച്ഛൻ തന്നെ എനിക്ക് ചെലവിനുള്ള പൈസ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകെപ്പാടെ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോഴും അന്ന് സാധാരണ പിതാവ് മരിക്കുമ്പോഴത്തേന് എല്ലാവരും അവിടെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴും എന്റെ മൈൻഡ് മാറിയാണ്. കാരണം ഞാൻ അന്നേരം തന്നെ ഒരിടത്തുനിന്ന് നിന്നൊരു ഫുള്ള് അല്ലെങ്കിൽ ലിക്കർ മേടിച്ചിട്ട് മദ്യപിച്ച്, അച്ഛൻ മരിച്ചെന്നുള്ള സങ്കടത്തോടെ മദ്യപിച്ച്, ഒന്നും അറിയാൻ മേലാതെ നടക്കുന്ന വ്യക്തിയായിട്ട് അന്ന് മാറിയിട്ട് ഞാൻ അങ്ങനെ നടക്കുന്നു. പിന്നെ മോർച്ചറി ചെല്ലുന്നു, അവിടെ എല്ലാം ഞാൻ മദ്യപിച്ച് നടക്കുക. തിരിച്ച് ഇവിടെ ബോഡി കൊണ്ടുവന്നു. അടക്കം ചെല്ലുമ്പോഴെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് മദ്യത്തിൽ നടക്കുന്നു. അടക്ക് കഴിഞ്ഞിട്ട് അന്നൊക്കെ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മറ്റൊരു സ്വഭാവത്തിലേക്ക്, മദ്യമാണല്ലോ,
മദ്യം കഴിച്ചു. ഞാൻ രാത്രി 2 മണിയാകുമ്പോൾ എന്റെ പിതാവിനെ അടക്കിയ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ അവിടെ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഒരു ഭയം നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലെ ഭാരങ്ങളും പിന്നെ കുടുംബകാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഒരു കാര്യം നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളിലേക്ക് പോയിന് ജീവിതം. അപ്പൊ തന്നെ മനസ്സിന് വലിയൊരു ഭാരമായി അങ്ങനെ വന്ന് കുറെ നാൾ കഴിഞ്ഞു, ഒരു 6-7 മാസം. അതിന്റെ ഇടയ്ക്ക് എന്റെ കുടുംബജീവിതം കുട്ടികളായിട്ടില്ല. അതുപോലെ തന്നെ വീട്ടിൽ പെങ്ങളുണ്ട്, പെങ്ങളെ കെട്ടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ മരിച്ചിട്ട് 8 മാസം ആയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാരും പറഞ്ഞു, എടാ ഏതായാലും ഒരു കല്യാണം നടക്കേണ്ടത് ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വിവാഹ കാര്യം അവര് നിശ്ചയിച്ചു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിശ്ചയിച്ചിട്ടു. അതിനുവേണ്ടി തന്നെ ഒരു ലോണും ഒക്കെ ക്രമീകരിച്ചു, എടുത്ത് പാസ്സാക്കി ആ വിവാഹം നടത്തി. തിരുവല്ല എന്ന പ്രദേശത്ത് അവള് വിവാഹം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ കാര്യങ്ങളായി കഴിഞ്ഞ് ഒരു 2006ലേക്ക് പ്രവേശിക്കുന്ന സമയമായപ്പോൾ തന്നെ അവിടെ ചില പ്രതിസന്ധി ഭർത്താവും ഒക്കെ ആയിട്ട് ഉണ്ടാകുവാനിടയായി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു 2003 എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി. 2003 അവനാണ് റിദിൻ എന്ന് പറയുന്ന മൂത്ത ആളാണ്. 2003 അപ്പം ഉണ്ടായി. അപ്പം അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ 2006ലേക്ക് വന്നപ്പോ 2006 ഈ പെങ്ങളുടെ വീട്ടില് ചില പ്രതിസന്ധി ഉണ്ടായി, ഭർത്താവായിട്ടൊരു വിഷയം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഞാൻ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഒരാള്, ഈ അളിയന്റെ അനിയൻ, വിളിച്ചു പറയുക, പെങ്ങൾ എന്തോ ഒരു പല്ലുവേദനയ്ക്ക് മെഡിസിൻ കഴിച്ചു, പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. ഞാൻ പറഞ്ഞു, പല്ലുവേദനയ്ക്ക് മെഡിസിൻ കഴിച്ചാണ് വലിയ പ്രശ്നമില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് വീണ്ടും ഫോൺ വന്നു. അതെ, രാജാൻ എപ്പോഴാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പല്ലുവേദനയല്ല, മരുന്ന് കുഴപ്പമില്ല, ഞാൻ പുറകെ വന്നോളാം. അപ്പൊ 4 മണിയായപ്പം വീണ്ടും കോള് വരുന്നു, പെട്ടെന്ന് വരണം, കാറ് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാനോർത്ത് ഇതെന്താണ് പെട്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ 5 മണിയായപ്പോ ഞങ്ങളുടെ ഒരു അപ്പാപ്പനുണ്ട്, ഷാജി എന്ന് പറയും. ഷാജി പാപ്പി, വേഗം ഒരു ഓട്ടോറിക്ഷ പിടിക്കണം, നമുക്ക് തിരുവല്ല വരെ പോകണം. അപ്പം എന്റെ അനിയനുണ്ട്, പേരപ്പന്റെ മകനാണ്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, എടാ നീ കൂടെ വാ, നമുക്ക് റിൻസിക്ക് എന്തോ ഒരു പറഞ്ഞു. ഞങ്ങള് ഇവിടുന്ന് തിരുവല്ല ജംഗ്ഷനിലേക്ക് പോകുമ്പോ, തിരുവല്ല ജംഗ്ഷനിൽ അടുക്കുമ്പോൾ അവിടെ നിങ്ങളോട് ഫോൺ കോള്, പെങ്ങൾ മരിച്ചുപോയി. അപ്പൊ വീണ്ടും മനസ്സിന് അഗാധമായ ഭാരണം. അച്ഛന്റെ മരണം കഴിഞ്ഞു, വീണ്ടും 3-4 വർഷമാകുന്നു. അപ്പോ പെങ്ങള് മരണപ്പെട്ടു. അതും ആത്മഹത്യ അലട്ടുന്ന വിഷയമായിരുന്നു ആകപ്പാടെ. അപ്പോഴും ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിലും മദ്യം, അന്നേരം ചെല്ലുന്നു, പെങ്ങള് മരിച്ചു, അങ്ങോട്ട് പോകുന്നു, മദ്യം മേടിക്കുന്നു, കഴിക്കുന്നു, അവിടെ ചെല്ലുന്നു, കാര്യങ്ങളുടെ കൂടെ നടക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കര മരിച്ചത് എന്താണ് കാരണം, ഞാൻ അവിടെ കഴിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു, വഴക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി എന്റെ ചേട്ടനെ, സുഹൃത്തുക്കളെ എല്ലാം, അവന്റെ പൈസ കൊടുക്കണ്ട, പൈസ കൊടുത്താൽ അവൻ കുടിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് പൈസ മുഴുവൻ പിടിച്ചു മേടിച്ചിട്ട് ഞാൻ അവിടുന്ന് പൈസ ഇല്ലാതെ ഇങ്ങനെ. അപ്പൊ അടക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത്. ചില കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ അവൾക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു, അവള് നേഴ്സറി പഠിക്കുന്ന സമയം. അത് കഴിഞ്ഞ് ഇപ്പോൾ അവള് നേഴ്സിംഗിന് 4-ാം വർഷം പഠിക്കുന്നു. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും പിന്നെ വീട്ടിൽ വരുന്നു. പിന്നെ അവരുടെ വീട്ടിലോട്ട് അങ്ങനെ പോകാറില്ല. പെൺകുഞ്ഞ് അവിടെ നിന്ന് പഠിക്കുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെ ഇവിടെ വീട്ടിലായിരിക്കുന്നു. വീണ്ടും ഞാനിങ്ങനെ മദ്യത്തിൽ തന്നെ. ഇതിന്റെ അകത്തൊന്നും നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ അതിന്റെ അകത്തൊന്നും വലിയ മാറുന്നൊരു വിഷയം വരുന്നില്ല, ഈ വിഷയം ഉണ്ടെങ്കിലും. അപ്പം ആ വിഷയം വീട്ടിൽ ഇങ്ങനെ കുടുംബജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അപ്പൊ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭാര്യയെ തല്ലത്തില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്ത്രീകളെ തല്ലുന്ന ഒരു സ്വഭാവം എന്റെ ഇല്ല. അതുകൊണ്ട് ഉപദ്രവിക്കത്തില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളത് മുഴുവൻ ഞാൻ അങ്ങ് നശിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചോദിച്ച് താമസിക്കുവാണെങ്കിൽ ഒന്നുകിൽ സ്വിച്ച് ബോർഡ് ഇടിച്ചു കളയും, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കുന്ന മുറ്റത്ത് കിടക്കുന്ന കല്ല് പെറുക്കി ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ചീത്ത പറയുകയാണെങ്കിൽ തന്നെ, ചീത്തയൊക്കെ പറയുന്ന പറഞ്ഞാൽ പഴയ നാടൻപാട്ടിന്റെ ട്യൂണിലൊക്കെ ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയുടെ പുറകെ നടന്ന് വിഷയം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മള് ദേവദാസന്മാരൊക്കെ പറയാറുണ്ട്, നമ്മള് സാക്ഷ്യം പറയുമ്പോഴത്തേന് നമ്മൾ ഇങ്ങനെയുള്ള ഈ പഴയകാല കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ചീഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ വെറുതെ എന്തിനാ അതിലേക്ക് മടങ്ങി പോകുന്നത് എന്നൊക്കെ നമ്മൾ ദേവദാസന്മാർ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ എല്ലാവരും ദേവദാസന്മാർ പറയും, ഇത് പറഞ്ഞാൽ പോരെ, പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ,
അത് അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്തത് എന്താണെന്നുള്ളത് എനിക്ക് പറയണം. കാരണം എന്നെ പോലെ ഒരു രാജുവിനെ ഇങ്ങനെ ഒരു പാഷാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ ദൈവത്തിന്റെ ഒരു കരമുള്ളതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ കീറിമുറിച്ച് പറയുന്നത്. ഇങ്ങനെ പറയുന്നതിന്റെ മറ്റൊരു കാര്യം, ഞാൻ ഈ സംസാരിക്കുന്നത് ഈ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ വന്ന ഈ വിഷയങ്ങൾ മുഴുവൻ മദ്യപാനത്തിലും മയക്കുമരുന്നിലും അനുസരണക്കേടിലും സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ട് അത് കേട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെങ്ങള് മരിച്ചു, അച്ഛൻ മരിച്ചു. അപ്പോ എനിക്ക് പിന്നെ ഞാനും ഉണ്ട്, അമ്മയുണ്ട്, എന്റെ വൈഫും ഉണ്ട്, എന്റെ മോനും ഉണ്ട്, എന്റെ മോളും ഉണ്ട്, മൂന്നാമതൊരാളായിട്ടില്ല. അപ്പോ അങ്ങനെ ഉള്ള പ്രതിസന്ധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്നിട്ടും ഞാൻ എന്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല. വീണ്ടും മദ്യപാനത്തിലും അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേന് വീട്ടുകാരിക്ക് പിന്നെ പിള്ളേര് അപ്പം മൂന്നാമത്തെ അവള് കുഞ്ഞായി. ഈ 3 പിള്ളേരെ എടുത്തുകൊണ്ട് പലതവണ എന്നോട് വീട്ടിൽ പോകുന്ന ഞാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ വരുമ്പോ അമ്മ എന്നോട് പറയും, എടാ അവര് പോയി കേട്ടോ. അപ്പം സാധാരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുമ്പോ എന്റെ പിന്നാലെ പോരും. വീണ്ടും ഇതുപോലെ പ്രശ്നമാകുമ്പോ അവര് പോകും. അങ്ങനെ 3 തവണ ആയി കഴിഞ്ഞപ്പോഴത്തേന് അത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം ഞാൻ എന്റെ വീടിന്റെ തൊട്ട് പൊക്കത്തൊരു ഷാപ്പുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഭാഗത്ത് ഞാൻ കാണുന്നു 3 കുഞ്ഞുങ്ങളുമായിട്ട് വാഹനം കയറി പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇവര് പോകാതിരിക്കാൻ ഞാൻ ഓടി വരുന്നത് കണ്ടുകൊണ്ട് അവർ പെട്ടെന്ന് ചാടി വണ്ടിയിൽ കയറി. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ഇവര് വീട്ടിൽ ചെന്നിട്ടില്ല. ഞാൻ ഓർത്തത് എവിടെ പോയി, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവിടെ എന്നെ ഭീതിപ്പെടുത്തി. ആകപ്പാടെ അയ്യോ ദൈവമേ എവിടെ പോയാലും മരിച്ചോ എന്നാന്നൊന്നും അറിയത്തില്ല, വീട്ടിൽ ചെന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആകപ്പാടെ ടെൻഷനായി. ഞാൻ ഞങ്ങളുടെ ഒരു ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, ഇന്ന പോലൊക്കെയാ, പേരപ്പന്റെ മോനോട് പറഞ്ഞു ഇന്ന പോലൊക്കെയാണ്, കാണുന്നില്ല എന്ന് പറഞ്ഞു. ആകപ്പാടെ ഭീതി വരുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദീപ എവിടെ ഉണ്ട് എന്ന് ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. ഇനി അങ്ങോട്ട് അവൾ വരുന്നില്ല, ഇനി അവൾക്കൊരു ജീവിതം വേണ്ട, അവർ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അവര് ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു ഭയം. കാരണം ഞങ്ങൾ വഴക്ക് പിടിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ കള്ളു കുടിക്കും എന്ന് പറഞ്ഞാലും ആ കണ്ട നാള് മുതൽ ഉള്ളിൽ ഒരു സ്നേഹം നിറഞ്ഞിരുന്നു. ആ സ്നേഹം കൊണ്ട് നമുക്ക് പിരിയാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ ഇല്ലെങ്കിലും വീട്ടുകാരെ കണ്ടില്ലെങ്കിലും വളരെ ഒരു ഭാരമാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചു, വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ പിന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് ചേട്ടനൊക്കെ പറഞ്ഞ് വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അന്ന് അവള് കത്തോലിക്ക ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങള് ഇതിനകത്ത് വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ പിതാവിന്റെ അച്ഛൻ, എന്റെ മുത്തച്ഛൻ ഞങ്ങൾ സീമസിലാണെങ്കിലും ഞങ്ങളുടെ ജീവിതം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടില്ല. അതാണ് വളരെ ശക്തമായ ഒരു പ്രശ്നം. ഇങ്ങനെയൊക്കെ മരണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്കറിയാം, ഞങ്ങളുടെ വാവുബലി വരുമ്പോഴും ഓണം വരുമ്പോഴും ഒക്കെ ഞങ്ങളുടെ വില്ലച്ചൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ ഈ വാവിന് ചോറ് വെക്കുന്നു, അങ്ങനെ വെക്കുന്നു, കള്ള് വെക്കുന്നു, അവല് വെക്കുന്നു, ഇതൊക്കെ വെക്കും. അപ്പൊ ഞാൻ ഈ മദ്യപിക്കുന്ന സമയത്ത് വില്ലപ്പൻ എന്ത് ചെയ്യും, ഈ കള്ളൊക്കെ വെക്കും. കള്ള് വെക്കുന്ന തീരുന്ന സമയത്ത് ഞാനാണ് ഈ കള്ളൊക്കെ എടുത്ത് കുടിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്റെ. അപ്പൊ നീ എന്നായി കാണിക്കുന്നൊക്കെ ചോദിക്കുമ്പോ മതി, ഇനി അവർക്കൊന്നും വെക്കണ്ട, ഞാൻ കുടിക്കുവാന്ന് പറഞ്ഞെടുത്ത് കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഞങ്ങളുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ വില്ലപ്പൻ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒരു കാര്യം സാധിക്കാനായിട്ട് എന്ത് ചെയ്യും, ഇവര് പിതാക്കളെ വിളിച്ച് ആവിചാരിച്ച് ഇതങ്ങ് നടത്തി കൊടുക്കും. അത് അവര് നല്ലതിനാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെങ്കിലും ഈ ബൈബിളിൽ പറയാറുണ്ടല്ലോ, എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരുടെ തലമുറ 4 തലമുറ ഞാൻ തകർത്ത് കളയുമെന്ന് തിരുവചനം കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഇവര് ചെയ്യുന്ന ആവിചാരവും മന്ത്രങ്ങൾക്ക് പ്രതിഫലമായിട്ട് മരണങ്ങൾ ഓരോന്നോരോന്ന് ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെന്നെ ചിന്തിപ്പിക്കാനിടയായി തീർന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആ ഭാഗിലൂടെ അപ്പൊ ഞാനും പലപ്പോഴും ഞാൻ ശിവക്ഷേത്രങ്ങളിൽ, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങളുടെ പിതാവ് വില്ലപ്പന്റെ കൂടെ ഞാനിങ്ങനെ പോവുകയും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇങ്ങനെ ഞാൻ പോകുമായിരുന്നു അന്നൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ. കാരണം നമുക്കൊന്നും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് വട്ടം കറങ്ങുകയും മദ്യപിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യുമായിരുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ കൂടെ ഞാനത് മറന്നു പോകാതിരിക്കാൻ ഞാൻ പറയുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പെങ്ങള് മരിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. വീണ്ടും ഞങ്ങള് തമ്മിൽ ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ സത്യത്തിൽ ഏത് കാര്യം പറയണമെന്ന് പോലും കാരണം ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ വൈഫിനോട് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, എടീ കുഞ്ഞെ, നീ എവിടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് പോകും. കാരണം നിന്റെ ഭർത്താവ് എത്ര നാളായി ഇങ്ങനെ ഈ കിടന്ന് വിഷയം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഞങ്ങളുടെ അപ്പാപ്പനൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയ സ്ഥലത്തുനിന്ന് അവരുടെ വീട്ടിൽ, ഞങ്ങളുടെ തൊട്ടുമുകളില, അപ്പൊ അവിടെ പ്രാർത്ഥന നടക്കുന്നു. ഒരു ദിവസം ഇവർക്ക് ഇഷ്ടത്തോടും ഇഷ്ടമല്ലാതെ അവിടെ ചെന്ന്, കാരണം ഇവിടെ നോക്കുമ്പം ഷിമോന്റെ കാര്യം പറഞ്ഞില്ല, ക്രൂശ് ചുമക്കണോ
പിന്നെ എന്നുള്ള ഒരു ചിന്ത, അതോ എന്ത് ചെയ്യണമെന്നൊരു തേങ്ങല് എന്ന് പറഞ്ഞ പോലെ എങ്ങനെയാണെന്നുള്ളൊരു ചിന്ത അവിടെ ജീവിതത്തിൽ വന്നു. ഒന്നുകിൽ റോമൻ പടയാളികളുടെ അടി കൊള്ളും, അല്ലെങ്കിൽ ഒന്നുകിൽ ക്രൂശിൽ ചുമക്കണം, ഇത് എന്തെങ്കിലും ഒന്നുകിൽ ശാപം അല്ലെങ്കിൽ എന്നുള്ള ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്ത് അവള് മേളിൽ ചെന്ന് പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കുകയാണ് അപ്പാപ്പന്റെ വീട്ടിൽ. അപ്പൊ പുറത്താ പോയിരിക്കുന്നത്. പുറത്തിരിക്കുമ്പോ അകത്തുനിന്ന് പാസ്റ്റർ ആലോചന പറയുക. ആദ്യമത്തെ ആലോചന ദീപയോടായിരുന്നു, എന്റെ ഭാര്യയോടാണ്. ആ ഭാര്യ അതെന്ത് ചെയ്തു? ഏറ്റെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ണീരോടെ അത് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ ഉടനെ നീ നിലവിളിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നീ എന്താണ് സക്കായി യേശുവിനെ കണ്ടില്ലേ എന്ന് വിചാരിക്കുന്ന പോലെയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ഇത് ആലോചന പറഞ്ഞപ്പോൾ ഏറ്റെടുത്തിട്ട് പിന്നെ അവള് വീട്ടിൽ വന്നു. അങ്ങനെ അവള് പിന്നെ ദൈവസന്നിധി നിൽക്കുമ്പോൾ, ഇവള് പ്രാർത്ഥനയ്ക്ക് പോയെന്ന് അറിഞ്ഞപ്പോ എന്റെ സ്വഭാവത്തിന് മാറ്റം വന്നപ്പോ എനിക്ക് കലിപ്പായിട്ട് അന്നൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ചില വടിവാള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കട്ടിലിന്റെ കാലില വെട്ടി നശിപ്പിച്ച് ആകപ്പാടെ ഇവിടുന്ന് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രതിസന്ധി ഉണ്ടാക്കി. പക്ഷെ അതിനുശേഷം ഞാൻ അങ്ങനെ പിന്നീട് വലിയ പ്രശ്നത്തിന് വരുന്നില്ല. ഒരു സൈഡിൽ അവൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കുന്നു, ഞാൻ മദ്യപിച്ച് നടക്കുന്നു. അപ്പൊ എന്നോടൊന്നും പറയുന്നില്ല. പുള്ളിക്കാരി എന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്നു. അങ്ങനെ 1 വർഷം, 2 വർഷം, 3 വർഷം, ഒരു 6-7 വർഷമായിട്ടും ഞാൻ ഇതിലേക്ക് എടുക്കുന്ന 7ാമത്തെ വർഷം എടുക്കാറാകുമ്പോൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ പേരപ്പന്റെ മകൻ, അപ്പം അച്ഛന്റെ മരണം, പെങ്ങളുടെ മരണം, പേരപ്പന്റെ മകൻ 2007 ട്രെയിൻ തട്ടി മരിക്കുക. അപ്പൊ അതുകൂടെ വന്നപ്പോൾ ആകെപ്പാടെ ഒരു ഭീതി വരുത്തിയിട്ട് ഞാന് ദൈവമേ, ഒരു സഹോദരനോട് മരിച്ചു പോയല്ലോ, ഇതെന്താ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നൊക്കെ ഉള്ള ഒരു ഭീതി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. പക്ഷെ ആ ഭീതി ഉണ്ടെങ്കിലും മദ്യപാനത്തിന് കുറവൊന്നുമില്ല. അപ്പം ഈ ഇവന് അനിയൻ ട്രെയിൻ തട്ടി കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷന് അവിടെ പാലത്തെ കിടക്കുക. അപ്പം പോലീസുകാർ വന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന് നോക്കിയാലേ പറ്റത്തുള്ളൂ, പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ പോകത്തില്ലടാ, എങ്ങനെ കാണാനാന്ന് ചോദിച്ചു. ഞാൻ തന്നെ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചെന്നിട്ട് ചിങ്ങവനത്ത് ചെന്ന് ഒരു 1/2 ലിറ്ററിന്റെ മേടിച്ച് അത് കഴിച്ചിട്ട് പിന്നെ സുബോധം നഷ്ടപ്പെട്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ ഇതെന്റെ സഹോദരൻ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. മോർച്ചറി കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ മദ്യത്തില്ല. പിന്നെ അന്ന് മുള്ളും ഞാൻ മദ്യത്തിൽ ഇങ്ങനെ മുങ്ങിത്താണ് നടക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അടക്ക് കഴിഞ്ഞു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയും ഭാര്യ എല്ലാം പ്രാർത്ഥിക്കുക, ശക്തമായ പ്രാർത്ഥന, അവരുടെ സഭയുടെ പ്രാർത്ഥന, ഇങ്ങനെല്ലാം വന്നപ്പോ എന്റെ ചിന്ത ഇതിലേക്ക് കയറി. കാരണം വീട്ടിൽ നടക്കുന്ന മരണം, കർത്താവി പിതാക്കന്മാരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞങ്ങളുടെ വീടിന്റെ തൊട്ട് സൈഡിലായിട്ട് ഈ കാവ് പോലൊരു ഇതുണ്ട്, പിതാക്കന്മാരുടെ അടക്കിയിരിക്കുന്ന. അപ്പൊ അവിടെ തിരികെ കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു സൈഡിലുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്ത ഉണ്ടെങ്കിലും ഈ ഭയം എന്നിൽ ഭയം കയറി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാന് ചിന്തിച്ചു, ദൈവമേ, ഇനി അതുകൊണ്ടാണോ എങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പേരപ്പന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുക. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ പേരപ്പന്റെ മോന് കുഞ്ഞുങ്ങളില്ല, അതിന് വേണ്ടി പ്രാർത്ഥന നടക്കും. ഞാനും അവിടെ ചെന്നിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ഞാൻ നേരിട്ടിരിക്കുവല്ല. കാരണം ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്റെ ചേട്ടനോട് ചുമ്മാ തമാശ രീതി ചോദിക്കുക, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അവർ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ നടക്കുന്ന ഒരുത്തം വന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പം ഞാൻ വീട്ടിൽ വന്ന് വഴക്ക് പിടിച്ചു വരുമ്പോ എന്റെ ചേട്ടനും എന്റെ കൂട്ടുകാരും ചേട്ടന്റെ കൂട്ടുകാരും എല്ലാം കൂടെ കൂടി ഞാൻ വഴക്കുണ്ടാക്കുന്ന എന്നെ പിടിച്ചു കെട്ടി തെങ്ങയിലിട്ടിട്ട് തെങ്ങയിലെ കയറും പൊട്ടിച്ചുകൊണ്ട് ഞാൻ വിഷയം ഉണ്ടാക്കി ഒരു പിച്ചാത്തിയും കൈ പിടിച്ചുകൊണ്ട് ഓടി നടന്ന സമയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് വന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഞെട്ടിപ്പോ. ചേട്ടൻ പറയാ, നീ എന്തിനാ ചോദിക്കുന്നത്, നീ വന്ന് ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യമേ എന്നോടാണ് ദൂത് പറയുന്നത്. എന്നോട് ദൂത് പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ 2ാമത്തെ പെൺകുഞ്ഞ് തലമുറയിൽ നിന്നെ ഡേറ്റ് വെച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഡേറ്റിനകം ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതുകൂടെ വന്നപ്പോ ആകെപ്പാടെ ഭീതി. കാരണം 3 മരണം വീട്ടിൽ നടന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി സംഭവിക്കുമെന്നുള്ളൊരു ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്തോ ഒരു ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായി. അത് ഇവർക്കൊക്കെ മനസ്സിലായി കഴിയുമ്പം എന്റെ വീട്ടുകാരി പലപ്പോഴും ഷർട്ടും മുണ്ടും എനിക്ക് വേണ്ടി തേച്ച് വെക്കും. പക്ഷെ ഇട്ടുകൊണ്ട് പള്ളിയിൽ പോകാൻ പറയത്തില്ല. പക്ഷെ എന്നിൽ നിന്നുള്ള പ്രതികരണം എന്താണെന്ന് അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് അത് പറയത്തില്ല. പക്ഷെ തേച്ച് വെക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഈ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് വഴി വരെ പോയിട്ട് അല്ല വേണ്ട എന്ന് വെച്ച് തിരിച്ചു വന്നു. വേറെ ദിവസം ആ ഞായറാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് എടുത്തുകൊണ്ട് ചർച്ചിന്റെ വാതിൽ വരെ പോയി. അവിടുന്ന് ഞാൻ കയറിയില്ല. അവിടുന്ന് കയറാതെ തിരിച്ചു പോയിട്ട് വീട്ടിൽ വന്ന് വീണ്ടു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വന്ന് ചർച്ചിന്റെ അകത്ത് കയറിയിരുന്നെങ്കിലും എനിക്ക് ചില ഇതുണ്ട്. വീട്ടിൽ പിള്ളേർ കരയുവാണെങ്കിൽ അന്നേരം ഞാൻ പറയും, ഞാൻ പോവാ, പിള്ളേർ കരയാന്ന് പറയും. അപ്പോഴേ പിള്ളേരുമായിട്ട് ഇറങ്ങിക്കോണം. അങ്ങനെ വന്ന് ഞാൻ ആ പ്രാർത്ഥന കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പോ അങ്ങനെ അവരുടെ പ്രാർത്ഥന ഫലം ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവര് പ്രാർത്ഥിച്ചു. ഞാൻ അവിടുന്ന്
പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചേഞ്ച് ആകുക. ആ പ്രാർത്ഥനയോടെ ചേഞ്ച് ആയി കഴിഞ്ഞപ്പോൾ മനസ്സിനാകെ കുലുക്കി മറിച്ച് ഈ മരണം കൊണ്ട് എന്റെ മനസ്സിൽ ഒരു വലിയ തട്ടൽ അങ്ങ് സംഭവിച്ചു. കാരണം അച്ഛൻ മരിച്ചു, പിന്നെ പെങ്ങള് മരിച്ചു, പേരപ്പന്റെ മകൻ ഒരു സഹോദരൻ 31 വയസ്സിൽ മരിച്ചു. അതിനുശേഷം അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു പേരപ്പന്റെ മകള് ബോൺ ക്യാൻസർ ആയിട്ട് ഒരു മാസം കൊണ്ട് മരിച്ചു. ഇതെല്ലാം കൂടെ പിന്നെ ആകെപ്പാടെ ഒരു ഭയം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് വീട്ടിലൊരു പ്രാർത്ഥന വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം എന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കേൾക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു പ്രാർത്ഥന അവിടെ ക്രമീകരിച്ചു, ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അതൊക്കെ ഭയങ്കര ഒരു ശക്തമായ ഒരു ഒരു പോരാട്ടം പോലെ. കാരണം ദേവദാസന്മാരോട് ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്ന പാസ്റ്റർ മതി. അവര് പറഞ്ഞു, ഇല്ല ഞങ്ങളൊരു പാസ്റ്റർ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്റർ, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പാസ്റ്ററിന് അറിയത്തില്ല, അതുപോലെ ഉള്ള പ്രശ്നമാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അവർ പ്രാർത്ഥന ക്രമീകരിച്ചു. രണ്ടാമത്തെ ദിവസം പ്രാർത്ഥന മുടങ്ങിപ്പോയി കേട്ടോ. എന്റെ ഒരു പേരപ്പൻ അന്ന് മരണപ്പെട്ടു, മേലാതെ കിടക്കായിരുന്നു. പേരപ്പൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന മാറി. വീണ്ടും അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞാണ് വീണ്ടും പ്രാർത്ഥന വെക്കുന്നത്. ആ പ്രാർത്ഥനയിൽ ഞാൻ തന്നെ ഒരു പാസ്റ്ററെ വിളിച്ചു. ആ പാസ്റ്ററെ വിളിച്ചു കഴിഞ്ഞ് പാസ്റ്റർ വീട്ടിൽ വന്ന് ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വിളിച്ച പാസ്റ്ററാണ്, പക്ഷെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന പാസ്റ്റും ഒരു ആന്റിയും ഉണ്ട്. എന്റെ തലയിലേക്ക് കൈ വെച്ചു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കൈ പൊക്കി 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 കൈ അടിച്ചടിച്ചടിച്ച് വന്ന് എന്റെ സ്വഭാവത്തിന് വ്യത്യാസമായി. എന്നിൽ എന്തോ വ്യാപരിച്ച ഒരു ശക്തിയാണ്. ഈ ശക്തി പാസ്റ്ററിന്റെ കോളറെ പിടിച്ച് വലിച്ചിങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, ഈ നിന്നെ ഇപ്പൊ ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ച പാസ്റ്ററാന്ന് ഓർക്കണം. ഞാൻ അവിടുന്ന് എന്റെ സ്വഭാവം മാറി വേറൊരു മൈൻഡിലേക്ക് വന്ന് എന്റെ ഭാര്യയും പിള്ളേരും എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. വീടിനകത്ത് ഭയങ്കര പ്രശ്നമാണ്. ഒരു പാസ്റ്ററിന്റെ തലയെ കൈവെച്ച് ഇരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കൈ തൊഴുന്നുകൊണ്ട് നേരെ താഴെ ഇരുന്നു. എന്നിലുള്ള ഏതോ ഒരു ശക്തി. അപ്പോ അതിനു മുമ്പേ എന്നൊക്കെ പറയുമ്പോൾ ഇടക്കാലത്ത് പറയാൻ മറന്നുപോയി, ഞാൻ ഒരു വിഷയം ഉണ്ടാക്കി വീടിന്റെ അകത്ത് ഭിത്തിയെ ചവിട്ടിയിട്ട് ഭിത്തിയേക്കടെ ഞാൻ മേളി ചവിട്ടി കറങ്ങാതെ കിടക്കൊരു ഫാന. ഈ ഫാനയ്ക്ക് ഞാൻ കാല് മടക്കി ഒറ്റ അടി അടിച്ചിട്ട് ഫാൻ രണ്ടായിട്ട് മടങ്ങിപ്പോയി. അപ്പോൾ അന്നത്തെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഹിന്ദി, തമിഴും ഇംഗ്ലീഷും ഒന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഈ ഭാഷ അങ്ങ് പറയുക. എന്നിലുള്ള ശക്തിയിലാണോ എന്താണോന്ന് അറിയത്തില്ല, തമിഴ് ഭാഷയിലാ ഞാൻ പറയുന്നത്. അപ്പൊ തമിഴ് ഭാഷയും വേറെ എന്തൊക്കെയോ കന്നഡ അല്ലെങ്കിൽ അറിയാൻ മേലാത്ത ഭാഷകൾ പറയും. ചാടി ഭിത്തിയെ ചവിട്ടിട്ട് കാലുകൊണ്ട് ഫാൻ അടിക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞാൽ തീരത്തില്ല, എങ്കിലും ഓടിച്ചു പറയുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെങ്ങളുടെ മരണം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന വെക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥന വീട്ടിൽ ക്രമീകരിച്ചു. ഞാൻ മാസ്റ്ററിന്റെ കോളറിൽ നിന്ന് വലിച്ചെടുത്തു. അത് കഴിഞ്ഞ് മാസ്റ്ററും ആന്റിയുടെ തലയെ കൈവച്ചു. ഞാൻ നോർമലിലേക്ക് വന്ന് അന്ന് 2010 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു ഞാൻ രക്ഷിക്കപ്പെടുകയാണ്. അന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം അന്ന് എന്നിലുള്ള ശക്തി പുറത്തുപോയി. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവെന്നും കർത്താവെന്നും കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയും സമർപ്പിക്കുകയും ചെയ്ത് അന്ന് മുതൽ ഞാൻ ക്രിസ്തുവായിട്ടൊരു ബന്ധം തുടങ്ങുക. ഒരു ബന്ധം തുടങ്ങുക. കാരണം അന്ന് ഈ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ബൈബിളിൽ പല ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്ന ലാഭം എത്രയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിൽ നടന്നിരുന്ന 4-5 വൈശാല്യമായ പെടുമരണങ്ങൾ, ആത്മഹത്യകൾ എന്റെ കർത്താവ് എന്റെ ഭവനത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് ഒരു തീരുമാനം ഞാൻ അന്ന് എടുക്കുകയാണ്. അന്ന് മുതൽ എനിക്ക് പിന്നെ എന്റെ പിന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാടൻപാട്ട് ട്യൂണിൽ പോലെ ഞാൻ പറഞ്ഞ സമയമുണ്ട്. പക്ഷെ അതെല്ലാം മറന്നിട്ട് അന്ന് മുതൽ ഞാൻ ഈ നിമിഷം വരെ ഈ ഫോണിലൂടെ സാക്ഷ്യം പറയുന്നത് വരെ ചീത്ത എന്നൊരു വാക്ക് ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്ന് പോലും എന്റെ നാവിൽ നിന്ന് ഞാൻ പറയാൻ എന്റെ കർത്താവ് സമ്മതിച്ചിട്ടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എത്രേ എന്ന് തിരുവചനം പറയുന്നത് പോലെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ വിശ്വസ്തയോടെ ഞാൻ പഴയതെല്ലാം കളഞ്ഞുപോയി. ഇനി മുന്നോട്ടുള്ളതിനെ ലക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ തന്നെ അവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ എനിക്കൊരു ആത്മീയതയുടെ തീക്ഷ്ണത എന്റെ ജീവിതത്തിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഞാൻ പിന്നെ പിതാവിന്റെ മരണമോ അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ അടക്കിയത് ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം പിന്നെ ഞാൻ പല പാസ്റ്റർമാരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ മരണപ്പെട്ടു, പിന്നെ നമ്മൾ നിത്യതി കാണുമെന്നുള്ള ഒരു പ്രത്യാശ എന്നുള്ള അതെന്റെ മനസ്സിൽ ഇങ്ങനെ അകത്ത് ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പിന്നെ ഇതുവരെ ഞാൻ എന്റെ 31, 34, 35 വയസ്സ് അല്ലെങ്കിൽ ഈ 2010 വരെയുള്ള ഈ നിമിഷം വരെ എന്തെല്ലാം ഞാൻ മോശമായിട്ട് നടന്നോ അത്രയും സമയം കൂടെ എടുത്ത് എന്റെ കർത്താവിന് വേണ്ടി സാക്ഷീകരിക്കാൻ എനിക്ക് അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു,
അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകണമല്ലോ, എവിടെ പോകണം, അതെല്ലാം ഭയങ്കര ഒരു പോരാട്ടം പോലെ. കാരണം ഇന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും, അപ്പൊ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകണം, അത് അവിടെ പോകണോ ഇവിടെ പോകണോ എന്നൊരു ചിന്തയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അന്നൊരു സഭയിൽ, എന്നെ മാളികപ്പുറം സഭയിൽ പോയിക്കൊണ്ട് അന്ന് പാസ്റ്ററോട് പറഞ്ഞ, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാന് അവിടെ എൻ്റെ ഒരു പ്രാർത്ഥന വെച്ചു, പ്രാർത്ഥന പറഞ്ഞില്ല എന്നുള്ള ഒരു നിമിഷം കൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ദേശത്ത് ഇങ്ങനെ നടന്ന ഒരാളോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭാരം. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല എന്ന് എന്റെ അമ്മ നിന്ന ഒരു സ്ഥലത്തിലേക്ക് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു. അവിടെ ചെന്ന് ചോദിച്ചോ പറയുക, അയ്യോ അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പാസ്റ്ററോട് ചിലത് മുഷിഞ്ഞ് പറയണ്ട, മുഷിഞ്ഞ് പറഞ്ഞ വേറൊന്നുമല്ല, അതെന്താ എന്റെ അമ്മയാണല്ലോ ഇവിടെ നിൽക്കുന്ന, അടിസ്ഥാനം ഇവിടെയല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു അന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പാസ്റ്ററെ പിന്നെ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മ എന്നെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് എവിടെയാ താല്പര്യം, എങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മറ്റൊരു സഭയിലേക്ക്, ചർച്ചക്കോട്, അപ്പൊ ചർച്ചക്കോടിലേക്ക് പോവുക. ഞാൻ പോയി. അപ്പൊ അമ്മ അവിടെ വന്ന്, ഭാര്യ വന്ന്, 3 കുഞ്ഞുങ്ങളും അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഒരുപാട് കാലം അവിടെ സന്തോഷത്തോടെ ആയിരുന്നപ്പോൾ അവര് പറഞ്ഞു എന്റെ സ്നാനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒത്തിരി പേര് ആ സഭയിലുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം രാജു സ്നാനപ്പെടുവാണോ, ഒരു ഭയങ്കരം. അപ്പൊ എനിക്ക് മറ്റൊരു പേരുണ്ട്, അങ്ങനെ ഒരു പേരോട്, അയ്യോ ആ മനുഷ്യൻ സ്നാനപ്പെടുവാണോ, എങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സഹകരിക്കാം. ആ പിതാക്കൾ പറഞ്ഞു നിങ്ങളൊന്നും മുടക്കണ്ട, ചോറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം. കാരണം ആ ദേശത്ത് ഒരു മനുഷ്യന് എന്നെ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി എന്റെ ചീത്ത വാക്കുകൾ കേട്ടിട്ട് മുഷിഞ്ഞിട്ട് കടകടച്ച വീടുകളുണ്ട്. എന്നാടാ തുറന്നിട്ടിരിക്കുന്ന കടകടയ്ക്കുന്ന വീടുകളുണ്ട്. അപ്പം ആ വീട്ടുകാർ പോലും ഇവിടെയുള്ള രാജു സ്നാനപ്പെടുവാണോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അവര് ഫുഡ് വരെ ഫ്രീ ആയിട്ട് ക്രമീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് സ്നാനപ്പെട്ടാൽ മാത്രം മതി. അപ്പൊ സ്നാനത്തിന് വേണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ ക്രമീകരിച്ചു. ഒരു ദിവസം സ്നാനം മാളേക്കട ഒരു വീടിന്റെ ഒരു ചോദിച്ചപ്പോൾ അവർ ഗൾഫിലാണ്. അവരുടെ വീട്ടിൽ എപ്പം നമ്മൾ സ്നാനത്തിന് വേണ്ടി ചോദിച്ചാൽ ആ വീട്ടുകാരെന്ത് ചെയ്യും, ആ സ്നാനക്കുളം തുറന്നു തരും, വെള്ളം നിറച്ചു തരും. അപ്പൊ അതിനുവേണ്ടി എല്ലാം ക്രമീകരിച്ചു. സ്നാനത്തിന്റെ ഡേറ്റ് വെച്ചു, ഞങ്ങൾ സ്നാനപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാനെന്നും പറയുന്നുണ്ട്, എന്ന് സ്നാനപ്പെട്ടാലും ഞങ്ങൾ സ്നാനപ്പെടുകയുള്ളൂ. അങ്ങനെ ഞാനും ഭാര്യയും കൂടെ സ്നാനത്തിന് വേണ്ടി പോകുമ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞ്, അപ്പൊ എനിക്ക് വലിയൊരു ആവേശം, ക്രിസ്തുവിന്റെ പ്രവൃത്തി എനിക്ക് ആവേശം. ഞാൻ പറഞ്ഞ് ഇവിടുന്ന് ഒരു വണ്ടി വിളിക്കണം, വണ്ടി ഞാൻ ഓപ്പണായിട്ട് നിൽക്കും, ചെണ്ട കൊട്ടണം, ഡ്രമ്മ് കൊട്ടണം, എല്ലാവരും കാണണം. ഞാൻ ഇവിടുന്ന് വണ്ടി വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ സ്ഥിരം കയറുന്ന ചില ഷാപ്പുണ്ട്. ഷാപ്പിന്റെ വാതിലിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു വണ്ടി നിർത്ത്, ചെണ്ട കൊട്ടാൻ പറഞ്ഞു. ചെണ്ട കൊട്ടിയിട്ട് ഞാൻ ഇരുന്നിട്ട് കൈപൊക്കി കാണിച്ചിട്ട്, അപ്പൊ അവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്നാണ്. കാരണം അതുവരെ അതിന്റെ പുറകെ മാസം വരെ ഞാൻ പൊക്കോണ്ടിരുന്ന. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആത്മീയതയുടെ കാര്യങ്ങൾ തുടങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് എവിടെ സമയം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ആത്മീയതയ്ക്ക് ഒരു ഇത് നീക്കം മുന്നോട്ട്. നമുക്ക് ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് പിന്നെ മറ്റുള്ളവരോട് പറയാന്നുള്ളത് ഭയങ്കര തീഷ്ണതയാണ്. അപ്പൊ എനിക്ക് ഓട്ടോ ഉണ്ട്. ഞാൻ ഓട്ടോ ഓടിക്കുമ്പോഴത്തേനും ഓട്ടോയിൽ ആര് യാത്ര ചെയ്താലും യാത്രക്കാരോട് ഞാൻ ക്രിസ്തു എന്നെ വിടുവിച്ചു കേട്ടോ. അപ്പൊ എന്റെ വീട്ടിൽ മരണം നടന്നതും എന്നെ ക്രിസ്തു വിടുവിക്കാൻ കാരണം യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തിനും രക്ഷയില്ല. ഇതെല്ലാം ഞാൻ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ഓട്ടോയിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോ കുഴിമറ്റം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കമ്പനി ജോലി ചെയ്തുകൊണ്ട്, എന്റെ ഇടയ്ക്ക് കമ്പനി ജോലി പോകുന്നുണ്ട്, ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു. ആ കൊച്ചിനോട് അവര് ഹിന്ദുഭാഗിലുണ്ട് നിൽക്കും. ഞാൻ എന്റെ കാര്യങ്ങൾ സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കുഞ്ഞ് പെട്ടെന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ആ സഭയിൽ പറയാം, സ്വന്തം സാക്ഷ്യം പറഞ്ഞാൽ പോലെ മറ്റുള്ളവരുടെ കാര്യം പറയണോ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതെനിക്കൊരു ഭാരമായി. ഇതെല്ലാം സാക്ഷ്യം, നമ്മളെ കൊണ്ട് ക്രിസ്തുവിനെ വിടിവിച്ച, ഈ ക്രിസ്തു വിടിവിച്ച അല്ലേ സാക്ഷ്യം എന്ന് ചോദിച്ചു. അങ്ങനെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാതെ വന്നു ഞാൻ പറഞ്ഞ ജീവേ, നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല, നമുക്ക് മറ്റൊരു സഭയിൽ പോകാം. അങ്ങനെ ഞങ്ങൾ മണറാട് ഒരു ചർച്ചിലേക്ക് പോകാനായിട്ട് ഒരു സ്വതന്ത്ര സഭയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങള് ആത്മീയമായിട്ട് അവിടെ ഞങ്ങള് പ്രേയർസെൽ ഉണ്ടെന്ന് പറഞ്ഞ് പ്രേയർസെല്ലിന് കുഞ്ഞുങ്ങൾ, അന്ന് ആപ്പയുണ്ട്, വണ്ടി ഓട്ടോറിക്ഷ, അതിന്റെ പുറകിൽ ഡിക്കിക്കകത്ത് പായിട്ടിട്ട് 3 കുഞ്ഞുങ്ങൾ അവിടെ കിടക്കും. ഇവിടുന്ന് പുറകിലിരിക്കും ഇവളും ഭാര്യയും. ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ 12 മണിയാവും. 12 മണിയാകുമ്പോഴത്തേന് പിള്ളേർ ഉറക്കം വരുമ്പോൾ പുറകിൽ ഒരു പായിട്ടേക്കും. പായിൽ പിള്ളേരെ 3 പേരും കിടക്കും. 3 പേരും കിടന്നിട്ട് അവിടുന്ന് യാത്രയായി ഇങ്ങനെ പോകുന്ന കഴിയുമ്പം ചിലപ്പം എന്റെ ഭാര്യ വണ്ടിയുടെ സൈഡിൽ നിന്ന് ഉറങ്ങും. എനിക്ക് നല്ലപോലെ ഉറക്കം വരുമ്പോൾ പുതുപ്പള്ളി പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് ട്യൂബിന്റെ ചുവട്ടിൽ, ലൈറ്റിന്റെ ചുവട്ടിൽ അവിടെ ഇട്ടിട്ട് ഒന്ന് മയങ്ങിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോൾ 2 മണിയൊക്കെയാ. അങ്ങനെ ആത്മീയമായിട്ട് കയറി വന്ന. അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടുത്തെ പാസ്റ്ററിനോട് ചോദിച്ചു, അച്ഛാ നമുക്ക്, എന്നെ എല്ലാവരും രാഴ്ച എന്നാ വിളിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ് നമുക്ക് രാഴ്ച വീട്ടിലൊരു
ക്ലാസ് ഇട്ടാൽ എന്നാ, ബൈബിൾ ക്ലാസ്. ഞാൻ പറഞ്ഞു എന്നാ തീർച്ചയായും. അപ്പൊ നമുക്ക് വലിയ സന്തോഷം. വീട്ടിൽ ബൈബിൾ ക്ലാസ് നടന്നു. ബൈബിൾ ക്ലാസ് നടന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പൊ ഞാൻ ഓരോരുത്തരോടെല്ലാം പറഞ്ഞു കേട്ടോ, വിശ്വാസികളെല്ലാം അല്ലാത്തവരുണ്ട്, ബൈബിൾ ക്ലാസ് തുടങ്ങുന്നുണ്ട്, എല്ലാവരും വരണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ ഈ ബൈബിൾ ക്ലാസ് പഠിക്കാൻ ആരൊക്കെ ആഗ്രഹമുണ്ടോ അവരുടെ വീടുകളിൽ ഈ സ്കൂൾ വണ്ടി പോകുന്ന പോലെ ഓട്ടോ ഓടിച്ചിട്ട് അവരെ ചെല്ലും. ഇവരെ കയറ്റിക്കൊണ്ട് 10 മണിയാകുമ്പോൾ വീട്ടിൽ കൊണ്ടിറക്കും. വീട്ടിൽ കൊണ്ടിറക്കിയിട്ട് ഞാനും അവിടെ ഇരുന്ന് ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പഠിച്ച് ഒത്തിരി മനസ്സിലായി. അപ്പൊ ഉച്ചയാകുമ്പോഴത്തേന് എല്ലാവർക്കും ഫുഡ് ക്രമീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടോറിക്ഷ ഓടിക്ക് തുച്ഛമായിട്ടുള്ള ഒരു വരുമാനമാണ് കിട്ടുന്നത്. എന്നാലും നമ്മൾ രാവിലെ ഓടി ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ച് ഉച്ചയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. അതിനകത്ത് നമ്മുടെ വീട്ടുകാരി ഈ ഉള്ള സമയം കൊണ്ട് തന്നെ രാവിലെ പിള്ളേരെ വിട്ടിട്ട് എത്രയെല്ലാം കൂട്ടം കറിയാണ്. അതൊക്കെ പാസ്റ്റർമാരൊക്കെ പറയും, എങ്ങനെയാണ് ദിവസിച്ച് ഇതൊക്കെ തക്ക സമയത്ത് ഉണ്ടാക്കുന്ന 6-7 കൂട്ടം കറികളെ. അതുപോലെ പാസ്റ്റർ പോകാറാകുമ്പോ ബസ് ചാർജ് കൊടുത്തു വിടും. ഇതെല്ലാം തക്ക സമയത്ത് ദൈവം അങ്ങ് ക്രമീകരിക്കുക. അങ്ങനെ ബൈബിൾ ക്ലാസ് പഠനം അവിടെ ഡിപ്ലോമയുടെ ക്ലാസ് അവിടെ ക്രമീകരിച്ചു. അതിന്റെ ഗ്രാജുവേഷൻ വീട്ടിൽ വെച്ച് നടത്തി എന്നുള്ളതാണ് അതിന്റെ സത്യം. നടത്തി അവിടെ ഫുഡ് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. വീണ്ടും വർഷങ്ങളോളം ആ ബൈബിൾ ക്ലാസ് അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുന്നു, ഞാൻ കൊണ്ട് ഇങ്ങനെ ക്ലാസ് നടക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വരുന്ന ദേവദാസന്മാരെല്ലാം, പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരെല്ലാം കൂടെ ദൂത് പറയും, ഇവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടോ, ഇവിടെ ഒരു ചർച്ചിന്റെ പ്രവൃത്തി നടക്കാനാ കേട്ടോ, അത് ദേവദാസൻ തന്നെ രാഴ്ച തന്നെ ശുശ്രൂഷ. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല ഇതിലേക്കൂടെ ഈ ചീത്തയും പിടിച്ച് ഓട്ടം പിടിച്ച് നടന്ന് വഴക്കും പിടിച്ച് ഞാൻ എങ്ങനെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ ഞാൻ ചിന്തിച്ചുവെങ്കിലും ഞാൻ അവിടെ ഇരിക്കും. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴത്തേന് ബിനുപാസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. അപ്പം അങ്ങനെ വന്ന് കൂടുതൽ പ്രയർസിൽ ഇടാമെന്ന് പറഞ്ഞു. പ്രയർസിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓരോ പാസ്റ്റർമാരെ വിളിക്കും, അവർക്ക് വണ്ടിക്കൂലി കൊടുക്കും. അങ്ങനെ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ക്ലാസ് നടത്തിയിട്ടില്ല, ക്ലാസ് നടക്കുന്നുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബിനുപാസ്റ്റർ പറഞ്ഞൊരു ബിനുപാസ്റ്റർ വിളിച്ചുകൂടെ ഒരു മീറ്റിംഗ് തുടങ്ങി. ആ മീറ്റിംഗ് പിന്നീട് ഒരു ഞായറാഴ്ച സൺഡേ ആരാധന വർഷിപ്പായിട്ട് മാറുക. അപ്പൊ ആ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അനേകർ വന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ പാസ്റ്റർമാർ പറഞ്ഞ് അത് രാഴ്ച ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ബൈബിൾ ക്ലാസ് പഠിച്ചതോടൊപ്പം തന്നെ മറ്റു ചില സ്ഥലങ്ങളിലും പോയി ബൈബിൾ ക്ലാസ് പഠിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എന്നെ കൊണ്ട് ശുശ്രൂഷ വന്ന പാസ്റ്റർമാർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് പറഞ്ഞു, ഈ ദേശത്ത് രാഴ്ച തന്നെ ചെയ്യണ്ടേ, രാജാന്റെ ദേശത്ത് രാഴ്ച തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ആ ശുശ്രൂഷ ഒരു 1-2 വർഷം കഴിഞ്ഞ്. അപ്പം വർഷമായപ്പോൾ ഞങ്ങൾ അക്കരത്തെ ആ പാസ്റ്റർ പറഞ്ഞു, ദൂത് പറഞ്ഞു അക്കരെ 2 നിലയിലേക്ക് മാറ്റും. ഇപ്പൊ ഞാനിപ്പോ ഈ മീറ്റിംഗ് ഇപ്പോൾ ഈ ഫോണിൽ കയറിയിരിക്കുന്നത് തന്നെ ആ ചർച്ചിലാണ്, അവിടേക്ക് മാറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചു പൂർണ്ണമായിട്ട്. ഇത്ര മാസം കഴിഞ്ഞപ്പോ 2 നിലയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോ എന്നോട് പാസ്റ്റർ പറഞ്ഞു, മാസ്റ്റർ ഇനി രാഴ്ച വേണം ആരാധന നടത്താൻ പോകും. അപ്പൊ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന നടക്കുമ്പോൾ അപ്പൊ എനിക്ക് എന്റെ ശുശ്രൂഷ എന്നിലുള്ള ദൈവപ്രവൃത്തി എന്താണെന്ന് എനിക്കറിയാൻ മേല. ഒരു പെങ്കുഞ്ഞ് ഇങ്ങനെ പേടിച്ചിട്ട് ഭയന്നിട്ട് ഈ വയറിങ്ങനെ ഈ പ്രഗ്നന്റ് ആയാലും വീർത്തിരിക്കുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാലും കണ്ണടച്ചുകൊണ്ട് ഞാൻ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെങ്കുഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് താഴോട്ട് പോകുന്ന പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ പെങ്കുഞ്ഞ് താഴേക്ക് വീണു. അപ്പൊ എനിക്കറിയത്തില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ വീഴുന്ന കണ്ടുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, പെട്ടെന്ന് പിടിച്ചു, കുഞ്ഞാണ്ട് വീഴുന്നു എന്ന് പറഞ്ഞു. അപ്പോ അവിടെ നിലത്ത് കിടക്കുക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നീ അവിടെ ഉദരത്തിലേക്ക് കൈവെക്കൂ, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പോ വീട്ടുകാരി അന്യഭാഷയിൽ ഇങ്ങനെ കൈവച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു ബലൂൺ ചൊട്ടുന്നത് പോലെ വയറ് ചൊട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഞങ്ങളിൽ മേലുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങള് ആ പ്രവൃത്തി തുടങ്ങി. ഒരുപാട് വരുന്നവര് വിടുതൽ പ്രാപിച്ചു. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ അന്നൊക്കെ എനിക്ക് ഉപവാസം ഭയങ്കര ഇഷ്ടം. അന്നേരം ഞാൻ 20, 21, 40 ഒക്കെ ഉപവസിക്കും തോറും ദൈവം ദേശത്തെ ഓരോ കാര്യങ്ങൾ എന്നെ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തൊരു 18 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് അവരുടെ വീടിന്റെ കട്ടിലേന്ന് ഇങ്ങനെ 2-3 പേര് എടുത്തെറിയുന്ന പോലെയാണ് ഈ ബെഡിൽ നിന്ന് തെറിച്ചു പോകുന്നത്. തെറിച്ച് താഴോട്ട് വീഴുന്ന സെക്കൻഡിൽ തന്നെ ഈ ബെഡിന് തീ കത്തുക. അപ്പൊ നമ്മൾ പറയുമ്പോൾ ആരും പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ലൈവായിട്ട് കാണുക. വീടിന്റെ ഭിത്തിയിലിരിക്കുന്ന ഫോട്ടോ 2-3 കെടുകടാന്നടിച്ച് താഴെ പോകുന്നു. പച്ച ഈ കുടം, പ്ലാസ്റ്റിക്കിന്റെ കുടം ഉരുകി പോകുന്നു. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പം ഇവര് ഓട്ടോ കയറിയപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയി. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ അടുക്കള വഴി ഓടിക്കയറുമ്പോൾ അവിടെ ഈ തുണി വെക്കുന്ന ഒരു ബാഗുണ്ട്, ചെണ്ടബാഗ്. ഈ ബാഗിന്റെ ഒരു സൈഡിൽ നിന്ന് ഉരുകിയിട്ട് തീ പോലെ ഇങ്ങനെ ആളുന്നു. എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തില് പെട്ടെന്നൊരു ചിന്ത, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ തീയിലേക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ കൈ പൊള്ളിയില്ല, തീ നേരെ അങ്ങ് താന്നുപോയി. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക്
കഴിവൊന്നുമില്ല, എങ്കിലും അങ്ങൊന്ന് കാണിച്ചു തരണം എന്താണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ചില രൂപങ്ങളും ഭാവങ്ങളും എന്നെ കാണിച്ചു. ആ വീട്ടുകാരൊക്കെ അമ്പലത്തിൽ പോകുന്നവരാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ യേശുവായി സ്വീകരിക്കുക, എന്നിട്ട് നിങ്ങൾ വിശ്വസത്തോടെ നിൽക്കുക, നമുക്ക് വിഷയം പ്രാർത്ഥിക്കാൻ, ദൈവം മാറ്റും. അങ്ങനെ അവര് കുടുംബമായിട്ട് ആ തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ചു. അന്ന് മുതൽ 6 വർഷത്തോളം ഇപ്പോഴും നമ്മുടെ സഭയിലുണ്ടവര്. ആ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോയി. പിന്നെ മറ്റൊരു വീട്ടിൽ രാത്രി യാമങ്ങളിൽ കതക് തന്നെ സ്വയമേ തുറന്നു കിടക്കും. സ്വയമേ തുറക്കുന്ന അവിടുത്തെ മോൻ ഉറക്കമില്ല, 14 ദിവസമായിട്ട് ഉറക്കമില്ല. ഒരു ദിവസം ഞാൻ എന്റെ ഭാര്യയുടെ വൈഫിനോട് പറഞ്ഞ്, എന്നെ കയറി ചെല്ല്, നമുക്ക് അവിടെ വരെ ചെല്ലാം. അങ്ങനെ ഒരു ദിവസം രാത്രി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങള് കയറി ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അവരെ രക്ഷയുടെ മാർഗത്തിന്റെ തീരുമാനം എടുത്തു. അവരും രക്ഷിക്കപ്പെട്ടു, അവര് സഭയും വന്നു. അങ്ങനെ ഓരോരോ കുടുംബങ്ങളിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ അഗപ്പെ സഭയായിട്ട് ഞാൻ കൂടിച്ചേർന്ന് ഗോസ്പൽ മിഷൻ, അഗപ്പെ മിഷൻ നിലമ്പൂര്, അതിന്റെ പ്രവർത്തനമായിട്ടാണ് ഇപ്പൊ ഞാൻ ഈ കാലഘട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹമായ ഒരു സഭയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന 10-12 കുടുംബങ്ങളുണ്ട് ദേശത്ത്. പിന്നെയും ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് വിസിറ്റിംഗ് ചെയ്യാറുണ്ട്. ഞാൻ സാധാരണ കാക്കി ഷർട്ടാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. കാരണം പലയിടങ്ങളിലൊക്കെ സുവിശേഷത്തിന് ഭയങ്കര പ്രശ്നങ്ങളുള്ള സാഹചര്യം ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് ഞാൻ കാക്കി ഷർട്ട് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഡ്രൈവറിന്റെ വേഷമാണ്. അവിടെ ചെന്നിട്ട് ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, അച്ഛാ തന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, ഞാനൊരു പാർശ്വം കൂടിയാ. അപ്പൊ അങ്ങോട്ട് പറഞ്ഞ് അനേകര്, അപ്പൊ ഒരു കാര്യമുണ്ട്, അനേകര് എന്നെ പോലെ മദ്യപാനത്തിൽ തന്നെയല്ല, ഞാൻ വിവാഹം കഴിക്കാത്ത ചേട്ടനിമാര് 4 പേര്, അതുപോലെ അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന 3-4 കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുള്ള കുടുംബങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഓരോരുത്തർ വിസിറ്റിംഗ് ചെയ്ത് അവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുകയും എന്റെ സാക്ഷ്യം പറയുകയും, അതുപോലെ തന്നെ മോട്ടോർസൈക്കിൾ യാത്ര ചെയ്യുന്നവരോട് അവരുടെ സാക്ഷ്യം പറയുകയും, അനേക വീടുകളിൽ ചെന്ന് സുവിശേഷം പറയുകയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് എന്നെ കൊണ്ട് ഇപ്പം അത് എന്റെ കഴിവൊന്നും അല്ല, പക്ഷെ കർത്താവ് അത്ഭുതകരമായിട്ട് ഓരോരോ പ്രവൃത്തികൾ ഇപ്പോൾ എന്റെ കുടുംബത്തിൽ വളരെ സന്തോഷമാണ്. മുമ്പേ പറഞ്ഞതുപോലെ എന്റെ മോൻ ബിടെക്കിന് പഠിക്കുന്നു, 4-ാം വർഷം പഠിക്കുന്നു. പെൺകുഞ്ഞ് നേഴ്സിംഗ് 1-ാം വർഷം പഠിക്കുന്നു. രൂഫസ് ഇളയാള്, റിദിൻ, റിസ്പ, രൂഫസ് 3 ആമ്പിള്ളാരാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എന്റെ കൂട്ടുദാസി വിമൻസിന്റെ മീറ്റിങ്ങിന് പലയിടങ്ങളിൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പരിശോധന പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ച ഈ ശുശ്രൂഷകള്, അതുപോലെ പേടിച്ച് മെന്റൽ കേസ്, ഇങ്ങനെയുള്ളൊക്കെ കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പോകുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചയും മുറ്റത്ത് കൺവെൻഷൻ ഞങ്ങൾ ടീമായിട്ട് നടത്തുന്നുണ്ട്. ആ ടീമിന്റെ അകത്ത് ഒരുപാട് പുറത്തെ സഭകളിലെ സഹോദരന്മാർ ഞങ്ങൾ ചേർന്നുകൊണ്ട് ഞങ്ങള് മീറ്റിംഗ് നടത്താറുണ്ട്. അപ്പം അത് നല്ല അനുഗ്രഹമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എന്റെ ദേശത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാജിച്ചാൻ മാറി എന്ന് പറയും, യേശുക്രിസ്തു ഉണ്ടെന്ന് സത്യമാ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ ദേശം പോലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് എന്റെ തലമുറ എന്ന് പറയുമ്പോഴത്തേന് 2 ആൺപിള്ളാരും ഒരു പെൺകുഞ്ഞുമാ. അത് മൂത്തവനാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന, ഇളയാള് +1, മോള് നേഴ്സിംഗ് പഠിക്കുന്നത്. 3 പേരാണ്. അപ്പൊ ഞങ്ങൾ ടീമായിട്ട് ഈ പ്രവർത്തനത്തിന് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതും, കൊട്ടണമെങ്കിൽ കൊട്ടിക്കോളും, പാടണമെങ്കിൽ പെൺകുഞ്ഞ് പാടിക്കോളും. ഞങ്ങൾ കുടുംബമായിട്ട് ചിലപ്പോൾ ഞാനും പിള്ളേരും കൂടെ കൂടി കൊട്ടും, വൈഫ് പാടും, വൈഫ് പ്രസംഗിക്കും, ഞാനും പ്രസംഗിക്കും. അപ്പൊ ദേശങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തരോട് ഞാൻ സ്വന്തം ദേശത്ത് തന്നെ നിന്നയായിട്ട് മോശമായിട്ട് നടന്ന്, ആർക്കും കൊള്ളുവേലാതെ നടന്ന്, ഇന്ന് ഇപ്പം നമ്മുടെ ദേശത്ത് തന്നെ അനേകര്, നീ ഒന്ന് വരണം കേട്ടോ, ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞ് മേലാതെ കിടക്കുന്നു, ഞങ്ങൾ ഭയങ്കര വിഷയത്തിലാണ് എന്നിങ്ങനെ പറയുന്ന ഒരു സമയമാണ്. ഇതൊക്കെ ഞാനിപ്പോ ഈ ഫോണിലൂടെ ഇങ്ങനെ ഈ ആരോമ ചാനലിന്റെ പ്രേക്ഷകർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുന്നതിന്റെ കാര്യം, ഒരുപാട് നാശമായിട്ട് ഒരുപക്ഷെ പലരും ചിന്തിക്കാം, മോശമായിട്ട് ഇത്രയൊക്കെ നടന്നിട്ട് നീ എന്നാ നന്നായ എന്നൊക്കെ ഒരുപക്ഷെ പലരും ചോദിച്ചിരിക്കാം. ഞാനിങ്ങനെ പറയുന്നതിന്റെ കാര്യം എങ്ങനെ നടന്നു എന്നുള്ളതല്ല, ഇന്ന് നീ എങ്ങനെയാണെന്നുള്ളതാ. അതാണ് ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി എന്ന്, പഴയത് കളഞ്ഞു പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു സാക്ഷ്യം കൂടെ ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആരോമ ചാനലിലെ പ്രേക്ഷകർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതുപോലെ ഞങ്ങള് ഈ കഷ്ടതയോടെയാണ് കടന്നു പോകുന്നു എങ്കിലും 2017-ലും 2018-ലും അത്ഭുതകരമായിട്ട് ദൈവം 2 വർഷം കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷൻ നടത്തി എന്ന് പറഞ്ഞാൽ 17 4 ദിവസം കൺവെൻഷൻ നടത്തി. ആരോടും ഒരു പിരിവിന് പോയിട്ടില്ല. ആ പിരിവിന് പോകത്തിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ആ പിരിവിന് പോകാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആ പിരിവിന് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പാർട്ടിക്കാർ ഈ പിരിവിന് നിൽക്കുന്നു. പാർട്ടിക്കാർ പിരിവിന് കൊടുത്തപ്പോൾ 500 രൂപ രസീത് കൊടുത്തിട്ട് മേടിക്കുന്നത് ഞാൻ കണ്ടു. ആ വീട്ടിലേക്ക് ഞാൻ ഈ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്റെ കയ്യിലേക്ക് 5 രൂപ എടുത്ത് തന്നു. അപ്പോൾ പാർട്ടിയുടെ പിരിവിന് 500 കൊടുത്തപ്പോൾ, ദൈവത്തിന്റെ കാര്യത്തിന് 5 രൂപ കൊടുത്തപ്പോൾ ഞാൻ ആ
അവിടെ വെച്ച് എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഇനി ഞാൻ പിരിവ് മേടിക്കത്തില്ല, നിന്റെ നാമത്തിൽ ഇനി ഞാൻ പിരിവ് മേടിക്കത്തില്ല. ഇത് എങ്ങനാണോ 17ലും 18ലും കൺവെൻഷൻ നടത്തി തരണമെന്ന് പറഞ്ഞു. പക്ഷേ ആ 17ലെ ആ കൺവെൻഷൻ അനുഗ്രഹമായി ദേശത്ത് എനിക്ക് തോന്നുന്നു 45 വർഷങ്ങൾക്ക് ശേഷം, ഞാൻ അവിടെ കുമ്പോടം പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ, ഈ 45 വർഷം കൊണ്ട് അവിടെ ഇതുവരെ ഇല്ലാത്ത 500 കസാരയാണ് ഞാൻ അന്ന് എടുത്തത്. 500 കസാര എടുത്തിട്ട്, അന്നത്തെ ദിവസം ഫസ്റ്റ് കൺവെൻഷന് അനിഷ്കാവാലമാണ് പ്രസംഗിക്കുന്നത്. 500 കസാര എടുത്തിട്ട് കസാര ഫില്ലായിട്ട് വഴിയിൽ കൂടെ ആൾക്കാർ നിൽക്കുക. അത്രമാത്രം ദേശത്ത് അനുഗ്രഹമായ മെസ്സേജ്, 4 ദിവസം അനുഗ്രഹമായ, 4 ദിവസം നല്ല പാട്ട്, നല്ല മെസ്സേജ് ആ ദേശത്ത് വളരെ അനുഗ്രഹമായിരുന്നു. ഈ കൺവെൻഷൻ നടക്കുമ്പോൾ അതിന്റെ നോട്ടീസ് അടിക്കാൻ പോകുന്നത് എന്റെ ഇളയ മകൻ 4 വയസ്സാണ്. മൂത്തവൻ എല്ലാ 2-1 വയസ്സ് വ്യത്യാസമുള്ളൂ. 4-ാം വയസ്സുകാരൻ രാത്രി നോട്ടീസ് ഒട്ടിക്കുമ്പോൾ ഞാലിയാവഴി ജംഗ്ഷനിലൊക്കെ പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കും. പോലീസുകാർ വന്ന് ചോദിക്കും, നീ എന്നാ കാണിക്കുക, പിള്ളേരോട് ചോദിക്കും. അപ്പൊ എന്നോട് വന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളാ സാറേ, ഞാൻ മദ്യപിച്ചൊക്കെ നടന്നതാ. അപ്പം എന്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷം, കാരണം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം അവർ കണ്ടിട്ടില്ല. എന്റെ പിതാവിനെ കുറിച്ച് മോശമായിട്ട് അവർ കണ്ടിട്ടുള്ളൂ, വഴക്കും പിടുത്തും മാത്രം. അപ്പൊ അവരുടെ സന്തോഷം കൊണ്ട് ഒട്ടിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഒട്ടിച്ചു എന്ന് പറഞ്ഞു പോലീസുകാർ പറയുക. അപ്പൊ അങ്ങനെ ആ കൺവെൻഷൻ വളരെ അനുഗ്രഹമായിരുന്നു. 18ലെ കൺവെൻഷനും അതോടൊപ്പം തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ സന്തോഷമാണ്. ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബമായിട്ട് ഞങ്ങളുടെ തലമുറകളും ഞങ്ങൾ അതിന്റെ സംബന്ധിച്ച് ഈ സംഭവം എനിക്ക് സാമ്പത്തികമായിട്ട് ശകലം ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഞാൻ വീട് കൊടുക്കേണ്ട അവസ്ഥ. കാരണം പെങ്ങളുടെ കല്യാണം, അതോടൊപ്പം ഞാനൊരു വാഹനം എടുത്തത്. അപ്പൊ ബാധ്യത വന്ന് ആ വീട് ജപ്തിയുടെ സമയം അടുത്ത് നിൽക്കുമ്പോഴത്തേനൊക്കെയാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. ഞാൻ അതൊന്നും നോക്കിയില്ല, ഞാൻ കർത്താവിന് വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചു. പക്ഷെ വിശ്വാസം വരുമ്പോൾ ഞാൻ ആ വസ്തു കൊടുത്തു. ഞാൻ അവിടെ നിന്ന് വസ്തു കൊടുത്തിട്ട് ഞാനിപ്പോ വാടകയ്ക്ക് റൂമിൽ താമസിക്കണം. പക്ഷെ പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വിശ്വാസത്തെ അറിഞ്ഞിട്ട്, കർത്താവിനെ അറിഞ്ഞിട്ട് നിനക്ക് നഷ്ടമല്ലാതെ എന്താ നിനക്ക് ലഭിച്ചെന്നും ചോദിച്ചിട്ട് ഞാൻ അന്നേരം പറയുന്ന ഇതാണ്, എനിക്ക് നഷ്ടമല്ല, എന്റെ കർത്താവ് ലാഭമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരായിട്ട് 5 പേര് മരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ 6 പേരുടെ പ്രാണൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോ 6 പേരുടെ പ്രാണൻ ഞങ്ങൾക്ക് നഷ്ടമല്ല, ലാഭം എത്രയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇപ്പോ ഞങ്ങളുടെ ഭവനത്ത് ദേശത്ത് ഞങ്ങൾ അനുഗ്രഹമായ സന്തോഷത്തോടെ, അന്ന് കാണുന്ന ഒരു പുച്ഛത്തോടെ കാണുന്നവർ ഇന്ന് നമ്മളെ സന്തോഷത്തോടെ മാനിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ആരോമ ചാനലിൽ ഞങ്ങൾ ഈ സാക്ഷ്യം പറയുമ്പോൾ എന്നിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സാക്ഷ്യം കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാലെങ്കിലും ഇപ്പോൾ തീരത്തില്ലാത്തത് കൊണ്ട് വരുന്ന ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു ക്രമീകരണങ്ങൾ വീണ്ടും വരാൻ ആഗ്രഹിക്കുക. അപ്പം ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഈ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ പോലെ തന്നെയുള്ള ആരെങ്കിലും ഈ ഫോണിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ മദ്യപാനം ഒരു ശാശ്വതമല്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങളും അതെല്ലാം കർത്താവിൽ നമ്മൾ വിശ്വസിച്ച് പൂർണ്ണമായിട്ട് ഇറങ്ങിയ മരണം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സുവിശേഷത്തിന് മാത്രമേ അവനെ രക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. മരണത്തിൽ നിന്നൊരു വിടുതല്, രോഗത്തിൽ നിന്നൊരു വിടുതല് അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം യേശുക്രിസ്തു, ഒരു നാമമല്ലാതെ ഒരു നാമമില്ല എന്ന് ഒരു സാക്ഷീകരിക്കാൻ ഇന്ന് പകൽ ഞാൻ എന്നിലൂടെ കേൾക്കുന്ന സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതൊരു വ്യത്യാസം വരട്ടെ, ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ, മദ്യപാനം ഉപേക്ഷിക്കപ്പെടാൻ ഒരു കാരണമാകട്ടെ, രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു കാരണമായി തീരുവാൻ ഇന്ന് പകല് എന്നിൽ നിന്ന് കേൾക്കുന്ന ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായിരിക്കാൻ ദൈവം ധാരാളമായി സകലരെയും അനുഗ്രഹിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ള കാരണം. അപ്പോ എനിക്ക് ഇത്ര സമയം ക്രമീകരിച്ചു തരുന്ന ഈ ആരോമ ചാനലിന്റെ എല്ലാ നടത്തിപ്പ് ദേവദാസനും അതോടൊപ്പം തന്നെ കൂട്ടുദാസിക്കും ആരോമൽ ചാനലിന്റെ പ്രേക്ഷകർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും എന്റെ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. എന്റെ കുടുംബത്തെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ ദേശത്തെ പ്രവർത്തനം, സഭയുടെ വിശാലത, ഇതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്ന സാമ്പത്തികങ്ങളൊക്കെ ഈ ടീം പ്രവർത്തനത്തിന് വേണ്ടിയെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക മിറ്റത്ത് കൺവെൻഷന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ആരോഗ്യശാലുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചല്ലോ. അനേകരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഒരു പാരമ്പര്യ അനുഭവത്തിലൂടെ ജനിച്ച് വളർത്തപ്പെട്ട് അങ്ങനെ ഒരു ജീവിതം നയിച്ച ഒരു സാഹചര്യം, ഒരു കാലഘട്ടം, എന്നാൽ അതിൽ നിന്നൊക്കെ
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ലോകപ്രകാരം വലിച്ചഴിക്കപ്പെട്ടപ്പോൾ അത്ഭുതകരമായി കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹം മാടി വിളിക്കുവാൻ ഇടയായിത്തീർന്നു. അതിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ അതിലൂടെ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം അത് വലിയൊരു നന്മയാണ്, അത് നിത്യസന്തോഷമാണ്. അത് അനുഭവിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യവും ഒരു പുത്തനുണർവിന് കാരണമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആകയാൽ ഒരു നിമിഷം ദൈവസേനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും ദൈവനാമം നമ്മളിലൂടെ മഹിമപ്പെടുവാൻ നമ്മെ ദൈവരങ്ങളെ ഭരമേൽപ്പിച്ചു. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചാട്ട് ഹൃദയങ്ങളെ ആഗ്രഹമാക്കി ആയിരിക്കുന്നിടത്ത് കർത്താവെ അങ്ങനോട് സംസാരിക്കണമേ, അവിടുത്തെ നാമനോട് മഹിമപ്പെടുവാൻ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങളായിരിക്കുന്നിടത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, നിങ്ങളായിരിക്കുന്ന ഭവനത്തിലോ ജോലിസ്ഥലത്തോ ഓഫീസിലോ മറ്റേതെങ്കിലും യാത്രയിലോ അതല്ല രോഗക്കിടക്കയിലോ അല്ല സാമ്പത്തികമായി തകർന്നിരിക്കുന്ന, അല്ല മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായിരിക്കുന്ന, അല്ലെങ്കിൽ ചികിത്സയുള്ള ബന്ധത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് നടുവിലായിരിക്കുന്നുവെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾക്കും ഒരു പ്രചോദനമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജു അവറുകൾ ആമേൻ ഈ സമയം ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെടുമാറാകണം. അനേകർ കർത്താവ് സന്ധ്യയാമം കണ്ട് പ്രഭാതം കാണാതെ മാറ്റപ്പെട്ടു പോകുമ്പോൾ വലിയവനായ ദൈവം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവ് ഇന്ന് പകൽക്കാലം പറഞ്ഞ ഈ സാക്ഷ്യത്തിലൂടെ അനേകരെ വിടുതൽ പ്രാപിക്കുവാൻ തക്കോണം കർത്താവ് കരങ്ങളിലേപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സുവിശേഷത്തിന് മാത്രമേ കർത്താവ് രോഗസൗഖ്യം നൽകുവാൻ പറ്റുള്ളൂ, കർത്താവ് മാനസാന്തരം നൽകുവാൻ പറ്റുള്ളൂ. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഈ മീറ്റിംഗിലായിരിക്കുന്ന സകലരെയും കരങ്ങളിലേപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവര് പൂർണ്ണമായി സൗഖ്യം വിടുതലും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മദ്യപാനികൾ കർത്താവ് മാനസാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശേഷ ദേവദാസനെ കുടുംബത്തെ ദേവദാസിയെയും കുഞ്ഞുങ്ങളെ കരങ്ങളിലേപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ അവരെ പൂർണ്ണമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ വളരെ അനുഗ്രഹമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. സകലരെയും വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വളരെ നന്ദി. കർത്താവിൻ്റെ ദാസൻ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെയും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവനാമം പ്രിയപ്പെട്ടവരോട് മഹിമപ്പെടാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.